വയസ്സായതുകൊണ്ടേ ഓർമ്മയിന്ന് പോവുകയാണ് ഇടയ്ക്ക് കേട്ടോ. ഞാൻ പെപ്സി വാങ്ങാൻ പോയി പറഞ്ഞപ്പോഴൊരു കുട്ടി അങ്ങനെ തന്നെ ഉസ്താദേ ശ്രദ്ധിക്കണില്ല ഇവിടെ. ആളെ വല്ല കുറെ ആൾക്കാർക്ക് ഉണ്ടതേ, എന്ത് കുറെ സമ്മാനങ്ങളുണ്ട്. ഉണ്ടല്ലേ? സമ്മാനം അറിയില്ല. ഹംദാന്റെ സമ്മാനം പറഞ്ഞിട്ടുണ്ട്, നഈമിന് സമ്മാനം പറഞ്ഞിട്ടുണ്ട്, ഷാസിൻ ബിൻ ഷെരീഫിന് സമ്മാനം റെഡിയാണ്. ഒരു വധൂത ഫാത്തിമ അല്ലേ? ഇവിടെ അങ്ങനെ പേര് കണ്ടിട്ടില്ല. ഇപ്പൊ ഒരു വധൂത ഫാത്തിമ ഉണ്ടാവും. ഓളപ്പാക്ക് ചിലപ്പം കാല് മുറിച്ച് കിടക്കേ കയറും, ഓല വീട്ടിൽ ചിലപ്പോൾ ഭക്ഷണത്തിനുള്ള ഉണ്ടാവില്ല. അപ്പം നമ്മളെ ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കുള്ളൂ. അവളുടെ ഉള്ളിൽ ഭയങ്കര വിഷമം ഉണ്ടാവും. നമ്മൾ പുതിയ സൈക്കിളൊക്കെ എടുത്തിട്ട് മിന്നിച്ച് ഇങ്ങനെ ചെല്ലും. നമ്മൾ വാശി പിടിച്ച് കരഞ്ഞ് വാങ്ങിയതാണ് സൈക്കിളേ. സംഭവം ഉപ്പാൻ്റെ അടുത്ത് പൈസ ഉണ്ടോ അല്ലേന്നൊന്നും നോക്കണില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എന്താണ് വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? എല്ലാവർക്കും അടിപൊളിയാണെന്ന് വിചാരിക്കണു. നമ്മൾ പുതിയ ഒരു ലൈവ് ക്ലാസ്സിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത്? മാഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും പീസ് റേഡിയോ കോഴ്സിൽ എൻറോൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? എല്ലാവർക്കും ഇപ്പോൾ മെസ്സേജ് വന്നു. ആ മെസ്സേജിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ലൈവ് ക്ലാസ്സിൽ എല്ലാവരും കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം. ആദ്യം നമുക്ക് ഒന്ന് രണ്ട് ആൾക്കാരെ പരിചയപ്പെട്ടാൽ എന്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. പരിചയപ്പെടുത്തുക ആരാണിപ്പോൾ? ആദ്യം ഒരാളിപ്പോൾ പരിചയപ്പെടുത്തണമല്ലോ. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ? ആദ്യം പരിചയപ്പെടുത്താൻ റെഡിയുള്ള ആൾ. എന്നാൽ പിന്നെ നമുക്ക് അയാളെ ക്ഷണിക്കാം. ആദ്യം ഒന്ന് സ്വന്തം പരിചയപ്പെടുത്തി. നമുക്ക് എല്ലാവരും പരിചയപ്പെടണം, പക്ഷേ എല്ലാവരും ഇന്ന് തന്നെ പരിചയപ്പെടാൻ നിന്നാൽ തീരൂലല്ലോ. നിങ്ങളോടൊപ്പം ഞാനുണ്ട്, അബ്ദുറഹ്മാൻ, അതോടൊപ്പം താജുദ്ദീൻ സലാഹി ഉണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാം. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക ആരാണെന്നുള്ളത്, ആദ്യം പരിചയപ്പെടുത്താൻ റെഡിയുള്ള ആൾ. എന്നാലാണ് ഇപ്പോൾ എനിക്ക് വിളിക്കാൻ കഴിയുള്ളൂ. ഹാൻഡ് റൈസ് ചെയ്ത് കുറേ ആൾക്കാരുണ്ടല്ലോ. മുഹമ്മദ് ബിലാൽ ഷിയാസ്. മുഹമ്മദ് ബിലാൽ ഷിയാസ്. മുഹമ്മദ് ബിലാൽ ഷിയാസ് വീഡിയോ ഓൺ ചെയ്ത് സംസാരിച്ചോ. എന്നെ പരിചയപ്പെടുത്തും മോനെ. ആരാണ്, എവിടെയാണ്, എൻ്റെ പേര ഒക്കെ ഒന്ന് പറഞ്ഞോണ്ട. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ പേര് മുഹമ്മദ് ബിലാൽ ഷിയാസ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ കക്കാട് കുഞ്ഞപ്പള്ളി. ഓക്കെ, മോൻ ഏത് ക്ലാസ്സിലാ? ആറാം ക്ലാസ്. ഓക്കെ. എൻ്റെ വീട്ടിൽ ആരെല്ലാം ഉണ്ട്? ജോയിന്റ് ഫാമിലിയാ. ഇപ്പൊ കുറെ ആളുണ്ട്. ഇപ്പൊ നല്ല സമയം എടുക്കും അല്ലേ പറയാന്? പറയാൻ കുറെ സമയം എടുക്കും. ഇപ്പൊ എനിക്ക് കളിക്കാനൊക്കെ ഇഷ്ടം പോലെ ആളെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, നല്ല കുട്ടി. ഇനിയിപ്പോ നെക്സ്റ്റ് ഒരാളെ നമ്മളാരെ പരിചയപ്പെടുക? മറ്റേ അമീൻ ബിൻ ഹംസ ആയിക്കോട്ടെ. അമീൻ ബിൻ ഹംസ. മോനെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തോ. പറഞ്ഞോ മോനെ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പറഞ്ഞോ, പേരെന്താണ്? ഞാൻ കണ്ണൂർ ജില്ലന്റെ ഉള്ളിലാ. കണ്ണൂർ ജില്ലയിലാണ് അല്ലേ? കണ്ണൂർ ജില്ലയിൽ എവിടെ മോനെ? അമീൻ പറയണ എനിക്ക് ശരിക്കും കേൾക്കണില്ലല്ലോ. ഇത് ഇവിടുത്തെ പ്രശ്നമാണ്, അമീൻ്റെ പ്രശ്നമല്ല. ഇവിടെ ഇതൊന്ന് ഓൺ ആയിക്കോളൂ. ഓക്കെ, അമീൻ പറയും മോനെ. എവിടെ? കണ്ണൂർ ജില്ലയിൽ എവിടെയാണ് സ്ഥലം പറഞ്ഞത്? എന്തോ നല്ല പാരപണിയുണ്ടല്ലോ നീ എനിക്ക്. ഞാൻ നിന്നെ വെറുതെ വിടൂലട്ടാ. ഞാൻ ഭയങ്കര കച്ചറയാണ്. ശരി ശരി, ഓക്കെ. ഞാൻ കൊട്ടേഷൻ ടീമിനെ വിടും. നീ ഏത് ക്ലാസ്സിലാടാ കുട്ടാ? നീ ഇപ്പൊ തന്നെ ആകെ വൻ കച്ചറ കേട്ടോ അവന്. ഞാൻ കൊടിസുനിനെ വിളിക്കൂ. എനിക്ക് ഞാൻ അറിയിട്ടാണ്. അടിപൊളി, നല്ല കുട്ടി, സൂപ്പറാണ്. ഓക്കെ, ഇനി ഒരാളെയും കൂടി വിളിക്കല്ലേ താജുക്ക? ഇനിയിപ്പോ സ്വയം വരുന്ന ഒരാളായിക്കോട്ടെ. കുറെ ആൾക്കാർ ഞാൻ റെഡി പറഞ്ഞ ആൻഡ്രസ് ചെയ്ത് നിൽക്കുകയാണ് തന്നെ. അതിലിപ്പോ ഉഷാറ് കുറവില്ല. ഇല്ല, അത്തീഫാണ്. ഇനിയിപ്പോ അതാ നമുക്ക് എല്ലാരും വിളിക്കാൻ സമയം ഉണ്ടാവില്ല. അതാ നോക്കി എത്രങ്ങാനും ആൾക്കാർ ഹാൻഡ് റൈസ് ചെയ്ത് നിൽക്കുന്നത്. ഇവര് സൂപ്പർ ടീമാട്ടോ.
നാളുടെ പേരൊക്കെ വെറുതെ ഒന്ന് വായിച്ചുകൂടി. ഓക്കെ, നമുക്ക് വായിക്കാം. അത്തീഫ്. വാലേക്കും സലാം. ഇപ്പൊ തുടങ്ങില്ലേ പടച്ചോനെ, എല്ലാവരും കൂടി തുടങ്ങിയാൽ കുടുങ്ങൂലേ. നമുക്ക് പേര് പറയാം അല്ലേ. അസ്സലാമലൈക്കും. വാലേക്കും സലാം. ഇസ്ലാം. പേര് ഓല് പറയണ്ടല്ലോ, ഞാൻ ഇവിടുന്ന് പറഞ്ഞാൽ പോരെ. നല്ല അതാ നല്ലത്. മറ്റേ ഇനിയിപ്പോൾ എല്ലായിടത്തും കൂടി പേര് വായിക്കാൻ നിന്നാലേ തുടങ്ങിയ പ്രശ്നക്കാരം. അത്തീഫ് തന്നെയല്ലേ പേര്? അതെ. പിന്നെന്താണ്? ജാസ്മിൻ ഇ. ഒക്കെ നിങ്ങളുടെ പേര് തന്നെയല്ലേ മക്കളെ ആക്കിയിട്ടുള്ളത്? രക്ഷിതാക്കളെ പേരൊന്നും വെച്ചിട്ടില്ല എല്ലാവരും. രക്ഷിതാക്കളെ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റണം കേട്ടോ. സ്വന്തം പേരെല്ലായിരുന്നു വെക്കുക, എന്നാലേ ഇപ്പം നമുക്ക് പോലെ പേര് വിളിക്കാനൊക്കെ പറ്റുള്ളൂ. മറ്റേ ഇനി രക്ഷിതാക്കളെ പേരാണെങ്കിലേ പിന്നെ പേര് രക്ഷിതാക്കളുടേതായ പ്രയാസമല്ലേ. മാറ്റിയോ? എല്ലാവരും മാറ്റിയോ? മാറ്റുണ്ട്. അപ്പോൾ കൈ ഉയർത്തിയ ആൾക്കാരുടെ പേര് നമുക്കൊന്ന് വായിക്കാം വേഗം അല്ലേ. ഹാസിം റഷീദ് കെ. മൈഷ മോളെ പേര് അതന്നെയാണോ മോളെ? ഒന്ന് ശരിക്കും അല്ലെങ്കിൽ ഒന്ന് റീനെയിം ചെയ്യട്ടോ. ഹിബ അബ്ദുള്ള, ദിക്ര മുഹമ്മദ്, മറിയം കെ എസ്, ജാസ്മിൻ ഇ, മുഹമ്മദ് യാസീൻ, അത്തീഫ്, ആയിഷ റഷ ടി കെ, ഹഫ്സത്ത്, മുഹമ്മദ്, നഹ്ദ, റുഷ്ദ, ഹമീദ്, അബൂബക്കർ ഇംനാവു ഒപ്പാണ് കേട്ടോ. താജുക്ക രണ്ടാളുണ്ടാവും. അബ്ദുള്ള മുസ്ലിം. പിന്നെ ഒപ്പോ പറഞ്ഞ പേര് ഇവിടെ കേരളത്തിലുണ്ടാവില്ലല്ലോ അല്ലേ. ഫോണിൻ്റെ പേര് എഡിറ്റ് ചെയ്യാത്തതാണ്. അതേപോലെ ഷവോമി ഉണ്ട്, ആത്തിക പർവീൻ, ഫൈഹ, ആയിഷ മുർഷിദ്, അമത്തുൽ വദൂദ്. നമ്മളിപ്പോൾ 1 മണിക്കൂർ സമയത്തിലേ താജുക്ക ഇതെല്ലാവരും പേര് വായിച്ച് തീരൂലല്ലോ. കുറേ ഉണ്ട്. കൈ ഉയർത്തിയ ആൾക്കാരന് ഒരുപാടുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഇവരെല്ലാരും സമ്മതിക്കുമെങ്കിലേ വേറൊരു കാര്യം ചെയ്യാം. എന്താ വേറൊരു കാര്യം, ഇവർക്കുള്ള ഏതെങ്കിലും ഒരു കഴിവ് പറയണം. ചില ആളുകൾക്ക് പാടാൻ കഴിയും, ചില ആളുകൾക്ക് പ്രസംഗിക്കാൻ കഴിയും, ചില ആളുകൾക്ക് ചിത്രം വരക്കാൻ കഴിയും, ചില ആളുകൾക്ക് ക്രാഫ്റ്റ് വർക്കുകൾ കഴിയും. ചിലപ്പോൾ ഇതൊന്നും അല്ലാത്ത വേറെ കഴിവുണ്ടാവും. ഈ അനിയനെ തല്ലുക, അനിയത്തിനെ തല്ലുക, അതൊക്കെ ഒരു കഴിവാണല്ലോ. ഭയങ്കര കഴിവാണ്. അതാരും പറയണ്ട, അല്ലാത്ത കഴിവുകൾ പറഞ്ഞാൽ മതി. ചില ആളുകൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യാം, ഞാൻ എൻ്റെ അനിയത്തിയെ മുട്ടും കൈ കൊണ്ട് മുതുവമ്പുറത്ത് ഇടിക്കാറുണ്ട് എന്നൊക്കെയാണ് ചില ആൾക്കാർ എഴുതാൻ നിൽക്കുന്നത്. കള്ളന്മാര്. പിന്നെ പേര് എഴുതാത്ത ആൾക്കാർക്ക് നമ്മൾ കഴിവ് വായിക്കൂല കേട്ടോ. ഷവോമിന്റെ കഴിവ് വായിക്കണ്ടല്ലോ. ഷവോമിന്റെ കഴിവ് വായിക്കണ്ട, പേരെഴുതാത്താണ്. അപ്പൊ പിന്നെ ശരിയാവില്ല. റുഷ്ദാക്ക് ഖിറാഅത്ത് അറിയാം, ഡ്രോയിങ്ങും അറിയാം. മുഹമ്മദ് ബിലാൽ ഷിയാസ്, ഓന് നല്ല കാര്യമാണ് മാഷാ അല്ലാഹ്, ഖിറാഅത്ത് അറിയാട്ടോ. ജസീല പി ടി ഉണ്ട്. ജസീല പി ടി നല്ല പാട്ട് പാടും. പിന്നെ ഖദീജ, മുഹമ്മദ് ബിലാൽ ഒക്കെ നല്ല പാട്ടുകാരാണ്. അല്ല, നല്ല ഖിറാഅത്ത് അറിയാം. ഇതിപ്പോൾ എന്താ പറയുക, ഒരാളത് വായിക്കുമ്പോഴത്തേനേ അടുത്ത ആളത് ഇങ്ങനെ വരിക. ഫാത്തിമാക്ക് ക്രാഫ്റ്റ് അറിയാം. മുഹമ്മദ് നസീർ, മൻഹ നസീർ കേട്ടോ. മൻഹ നസീറിന് എന്താ അറിയാം? അപ്പോൾ ഇതിന് അടുത്ത ആൾ പറയണതേ മൻഹ നസീറിന് പ്രസംഗിക്കാൻ അറിയും. അതല്ലേ. മുഹമ്മദ് അജിസിലിന് പ്രസംഗം അറിയും. മുഹമ്മദ് അജിസിൽ പിന്നെ ഇടക്ക് നമ്മളെ പ്രസംഗിച്ച് ഞെട്ടിക്കണാണ് അല്ലേ. ഓ മാഷാ അല്ലാഹ്, നല്ല കുട്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അജിസിലിനെ. മോനെ കുറെ കൂട്ടുകാർക്ക് അറിയും ചെയ്യാം. ഇതിലുള്ള കുറെ ആൾക്കാർക്ക് അജിസിലിനെ അറിയാം. അങ്ങനെയുണ്ട്. ആയിഷാക്ക് ഖിറാഅത്ത് അറിയാം. ഓക്കെ, എന്നാലും നമുക്ക് വേറെ കാര്യം ചെയ്യാം. ഓക്കെ, ഇവർ ഈ ഫോണിൽ തൊടാതെ ഇരിക്കണ കുട്ടികളില്ലേ, ഫോണിൽ തൊടാതെ ഇരിക്കണ കുട്ടികൾ ഇപ്പൊ ഫോൺ കുറച്ച് അകലത്തിൽ വെച്ച് അങ്ങനെ ഇരിക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. അതല്ല തീരെ ഉപയോഗിക്കാത്തോ? അങ്ങനെ ഇരിക്കണ കുട്ടികളെ ഓരോന്നിങ്ങനെ ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഇങ്ങനെ ഫോണിൽ തൊടാതെ ഇരിക്കണവര്, ദൂരത്ത് ഫോൺ വെച്ചിട്ട്. ഉണ്ടല്ലോ. യെസ്. എനിക്ക് എൻ്റെ സ്ക്രീനില മുഹമ്മദ് ആദമാണോ? മുഹമ്മദ് എന്ന് മാത്രമല്ല. യെസ്, മുഹമ്മദ് നല്ല ഉഷാറിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ കയ്യോർത്ത് ആയിഷ ഉണ്ട്. ആയിഷുട്ടി, അതാ ചെറിയ കുട്ടിയാണ് ആയിഷുട്ടി, ഓള് കയ്യോർത്തുണ്ട്. പിന്നെ ആരാ? അബാൻ ബിൻ ഷിയാസ് അല്ലേ മോനെ? അബാൻ ബിൻ ഷിയാസ് അല്ലേ? ആണ്, കയ്യുയർത്തിയ മോനാണ്. ഓ, തട്ടട്ടൊക്കെ ഒരു ചെറിയ കുട്ടി അവിടെ ഇരിക്കണ്ടല്ലോ. എന്താ എൻ്റെ പേര്? ഓളെ പേര് പർവീൻ എന്ന് കാണുന്നുണ്ട്. പർവീൻ. അതല്ലേ.
മാഷാ അല്ലാ. പർവീനാണ്. പർവീൻ. പർവീൻ്റെ പേര് ആത്തിക്ക പർവീൻ, ഫൈഹ പർവീൻ. 2 പർവീന്മാരാണ്. അങ്ങനെ മുഹമ്മദിനെ കണ്ടു കുട്ടിയെ. മുഹമ്മദ് 2 കൈ പൊന്തിച്ചിട്ടുണ്ട്. എന്നെ കണ്ടു. ആ മുഹമ്മദ് സൂപ്പർ കേട്ടോ. മുഹമ്മദ് ഭയങ്കര സൂപ്പറാണ്. ഇനി കൈ മുഹമ്മദ് എന്താ പറഞ്ഞ അറിയോ, ഇനി 4 ക്ലാസ് ഉസ്താദെ കഴിഞ്ഞിട്ടേ ബാക്കി പണിയുള്ളൂ. 4 ദിവസമല്ലേ ക്ലാസ് ഉള്ളത്. നാസിമുണ്ട്. നാസിമുണ്ട്. നാസിം ഇങ്ങനെ തലന്റെ മുകളിലൊക്കെ കൈ ഉയർത്തിയിട്ട്. താടിക്ക് കൈ എടുത്തിരിക്കണ ആരാ? അബാനോ? അബാൻ ബിൻ റിയാസ്. അബാൻ എന്തമ്മ മര്യാദക്ക് പോയിരിക്കാൻ നല്ലത് എന്നിട്ട് പറഞ്ഞ സംശയമുണ്ട്. അല്ലേ, ഞാൻ പേര് അതല്ല ഓൻ ഇഷ്ടത്തിലിരിക്കാനാണ്. പക്ഷെ വേറെ ഞാൻ അങ്ങനെ നോക്കിയപ്പോഴേ നമ്മളാ മെഷീൻ ഉണ്ടല്ലോ മറ്റേ ഇഷ്ടമുള്ള ആൾക്കാർ ഇഷ്ടമുള്ള ഇതൊക്കെ ക്ലാസ്സിൽ വരുന്ന ആൾക്കാരെ നോക്കണത് അതാ ഈ മെഷീനിൽ നോക്കിയപ്പോ 3 കുട്ടികളും ഉമ്മ നിർബന്ധിച്ചിട്ടാ വന്നിരിക്കണം. എന്താ പറയുക, അവിടെ അമ്മായിന്റെ കുട്ടിയൊക്കെ വന്നു. അതാണ് അബൂബക്കറും ഇംനാവും രണ്ടാളും ഇതിലാണ് കൈ ഉയർത്തിയ ആൾക്കാരാട്ടോ. ഈ ചില ആൾക്കാർ കൈ ഉയർത്താന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാക്കിയത് ഹാൻഡ് റൈസ് ചെയ്യണുണ്ടല്ലോ, അതാണ് മനസ്സിലാക്കിയത്. കൈ ഫോൺ തൊടാതിരിക്കണല്ലേ നമ്മൾ പറഞ്ഞു. മറിയം KS ഓനും റെഡിയാണ്. ആഹിൽ ഇങ്ങനൊക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ തലക്ക് കൈ കൊടുത്തിക്കണാണോ ഞാൻ ഓന് കൈ ഉയർത്തിയാണോന്ന് അറിയില്ല. അല്ലല്ല, ആഹിൽ ഇതാ റെഡിയാണ്. എന്നാ പിന്നെ നമ്മൾ 1-2 കാര്യങ്ങൾ പറഞ്ഞാലോ? പറയാം. പക്ഷേ ഇവരുടെ കയ്യിൽ നോട്ടൊക്കെ ഉണ്ടാവും അപ്പോ എഴുതാനുള്ള ബുക്കും നോട്ടൊക്കെ. അതാ നാദിറാന്റെ അടുത്ത് ബുക്കുള്ളവരൊന്നും ഇങ്ങനെ പൊന്തിച്ച് എനിക്ക് ബുക്കും പേന. ഇത് വേറെ ലെവൽ ടീമാണ് കേട്ടാ. പണ്ട് നമ്മൾ ഈ മദ്രസ എടുത്തപ്പോഴേ വേറൊരു ടീം ഉണ്ടായിരുന്നു. ഓല് നോട്ടൊന്നും കൊണ്ടുവരാതെ വന്നേന്. നെഹ്ദാന്റെ ആണ് കേട്ടോ. നെഹ്ദാന്റെ അടുത്ത് നോട്ടൊക്കെ ജാസ്മിൻ കൈ ഉയർത്തുന്ന നോട്ടൊക്കെ ഉണ്ട് എന്ന് പറയാനാണോ? ജാസ്മിൻ ഹമദിന്റെ അടുത്ത് ഇരുത്തൊക്കെ കണ്ടോ? സൂപ്പർ ഇരുത്താ. നെഹ്ദന്റെ ബാക്കിലാരോ ഒരാൾ ഒളിഞ്ഞു നോക്കണേ. ആ കുട്ടീനെ കൂടി ഒന്ന് ഇരുത്തി. അനിയത്തി കുട്ടികളുണ്ട്. മാഷാ അല്ലാ. ഞാനിപ്പോഴാണ് വലിയ സ്ക്രീന് മുന്നിൽ വന്നതേ. ആരൊരാൾ കട്ടിലുമ്പോ കടന്നുകാണ്ട് കേൾക്കണ്ടല്ലോ. ആരാണ്? ഇല്ലല്ലേ? അപ്പൊ നല്ല ഇന്നിപ്പോ പ്രശ്നമല്ല. നാളെ വരുമ്പോ നോട്ട്ബുക്കൊക്കെ ആയിട്ട് തന്നെയാണ് വരണ്ടേ. പാനി നോട്ടൊക്കെ വേണം. താജുക്ക, ഇവിടെ ഫസ്റ്റ് സ്ക്രീനിലാണ് നോട്ടുക്ക് ഇല്ലാത്ത ആൾക്കാര്. ബാക്കിൽ സ്ക്രീനിൽ ഇതാ എത്രങ്ങാനും ആൾക്കാരാണ്. ഫുൾ നോട്ടുക്കാണ്. ഭയങ്കര ആൾക്കാരാണ് ഇവര്. അതാ മുഹമ്മദ് യാസീന് നോട്ട് കുറെ നേരമായി ഉയർത്തി പിടിച്ചിരിക്കണം. അബ്ദുൽ ലത്തീഫിയം. ഓക്കെ, അപ്പൊ എല്ലാവരും ഓലെ പേര് അവനവന്റെ പേര് തന്നെ ആക്കണം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ ഇനിയിപ്പോ പ്രശ്നമാക്കിയിട്ടില്ലെങ്കിലും അടുത്തതിൽ ഫാദിയ ഹാദിയ രണ്ടാടത്തേക്ക് നോട്ടുക്കുണ്ട്. പരിചയമുള്ള കുട്ടികളാണല്ലോ. പേര് കേട്ടിട്ട് അറിയാലേ? പരിചയമുണ്ട്. എനിക്ക് ആ കണ്ണട കണ്ടപ്പോഴാട്ടോ ഒന്ന് ആൾക്കാർ തിരിഞ്ഞ് എത്തി. ഐസ്ക്രീം കൊടുക്കേണ്ടി വരുമല്ലോ. ഓല് ഇങ്ങോട്ട് എന്തെങ്കിലും വാങ്ങി തരണം. ഓലപ്പോ റേഡിയോയിൽ പ്രത്യേകം ഞാൻ പറഞ്ഞിരിക്കണോ. അതെ, അത് വലിയ കാര്യം തന്നെയാണ്. ഓലപ്പാനോട് പറഞ്ഞോണ്ട്. ആയിക്കോട്ടെ. ജിഹാദ് സുധീർ ഉണ്ട്. നോക്കി ഇത് നടക്കും. അത് അജിൽ എൻ്റെ ഡയറി പൊക്കി പിടിച്ചാ. അവൻ്റെ ഡയറി ആട്ടോ. അജിസിന്റെ അടുത്ത് ഡയറിയാണുള്ളത്. അജിലിന്റെ ഡയറി. ഞാൻ മുങ്ങിന്ന് വിചാരിച്ചു. ക്ലാസിന്റെ തുടക്കത്തിൽ വന്നാണ്ട് ഇങ്ങനെ തലാട്ടിങ്ങണ്ടേ. നസീഹ ഇനി കയ്യൂലട്ടോ. എനിക്ക് എല്ലാരും പേര് ഞാൻ ക്ഷീണിച്ചു പറയാം. അപ്പൊ എന്നാലേ നമ്മൾ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞെടുക്കണ്ടേ? പറഞ്ഞെടുക്കണല്ലോ. അപ്പൊ എന്താ പറഞ്ഞെടുക്കുക? നേരത്തെ ഒറ്റ കാര്യം, ഞാൻ സ്ക്രീനിൽ തൊടാതിരിക്കുന്ന ആൾക്കാരാരാന്ന് ചോദിച്ചല്ലോ. ചില ആൾക്കാർ ഫോണിൽ സ്ക്രീനിൽ തൊടുന്ന ആൾ എനിക്ക് മനസ്സിലായി കേട്ടോ. ഇസാ ഫാത്തിമ. ഞാൻ ചെവിക്കാൻ പിടിക്കും ഇസാ ഫാത്തിമന്റെ. നെയ്സാമുണ്ട്. അതിമൊന്നും കളിക്കണ്ട. നല്ല കുട്ടികളാണെങ്കിൽ ഞാൻ വേഗം പണങ്ങുന്ന ടൈപ്പാട്ടോ. അപ്പോളേ നമ്മൾ ഇവരോടൊരു 4 കാര്യം പറയാൻ പോവാണ്. എല്ലാ കുട്ടികളും ഇനി ശ്രദ്ധിക്കാം. ഞാൻ ലാസ്റ്റ് എൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് പറയും. ഓക്കെ, പറയും. ഓലെ പേര് പ്രഖ്യാപിക്കും. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാണെന്ന് പ്രഖ്യാപിക്കും. അപ്പം അത് റെഡി ആവണമെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല കുട്ടികളായിട്ട് കേൾക്കണം. ഒരു 4 കാര്യങ്ങൾ നമ്മൾ പറയും. അതോ 4 കാര്യങ്ങൾ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് എല്ലാവരും. ഇത് കേട്ട് തുടങ്ങിയതോടുകൂടെ വളരെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. ഓരോ കാര്യത്തിലും 3 കാര്യം ഉണ്ടാവും. മൊത്തം 4 കാര്യം പറയും. ഓരോന്നിലും 3 ഉണ്ടാവും. എങ്ങനെയാണ്?
4 പറയും, അതിൽ ഓരോന്നിലും 3 അപ്പോൾ 4 3 12 ഉണ്ടാവും. ടോട്ടൽ 12 കാര്യം ഉണ്ടാവും. ഇന്നിപ്പോൾ നമ്മൾ 12 കാര്യം പഠിക്കും. ഇൻഷാ അല്ലാ. പഠിക്കുമെന്നറിയില്ല, നമുക്ക് സമയത്ത് നിർത്തേണ്ടി വരുമല്ലോ. ലെവൽ നമ്മൾ ഓടിക്ക് വിടുന്നത് ഈ സ്റ്റുഡിയോത്തെ ആൾക്കാരെ, ഈ ഉമ്മർ കാക്കും ഇവരൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ശിബില് കാക്കും ഒക്കെ. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സിനെ ലാസ്റ്റ് പറയും, നല്ല കുട്ടികളായിട്ട് കേട്ട് പഠിക്കണ ആളുകളെ ഫ്രണ്ട്സിനെ നമ്മൾ പറയും. ഓക്കെ, ആരൊക്കെയാണ് ഫ്രണ്ട്സ് എന്ന് പറയും. നമുക്ക് ഓരോ ഫ്രണ്ട്സ് ഉണ്ട്, നമ്മളെ ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, ശരി. അപ്പോൾ 4 കാര്യം പറഞ്ഞാലോ? 4 കാര്യങ്ങൾ പറയും. 4 കാര്യം മാത്രമേ പറയാൻ പാടുള്ളൂ, വിശദീകരണം പറയാൻ പാടില്ല. പാടില്ല. 4 കാര്യം. 1 മുൻജിയാത്താണ്. അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ പറ്റില്ലേ? അങ്ങനെ പറഞ്ഞാൽ ഞെട്ടും. ഞാൻ പറയാം. ഓക്കെ, എത്ര കാര്യ പറഞ്ഞേ? കൂടെ പറഞ്ഞോളേ. എത്ര കാര്യ? 4 കാര്യം കേട്ടോ. 4 കാര്യം. എത്ര കാര്യ? 4 കാര്യം. 4 കാര്യത്തിൽ ഒരു കാര്യം, അതിൽ തന്നെ 3 കാര്യം പിന്നെയുണ്ട്. രണ്ടാമത്തെ കാര്യം അതിലുണ്ട് 3 കാര്യം. മൂന്നാമത്തെ കാര്യം അതിലുണ്ട് 3 കാര്യം. നാലാമത്തെ കാര്യം അതിലെത്ര ഉണ്ട്? മൈക്ക് ഓൺ ചെയ്തൊന്ന് പറഞ്ഞേ. മൈക്ക് ഓൺ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടോളി, കുഴപ്പമില്ല. ചോദിച്ചറിയോ? ഞാൻ നോക്കുമ്പോണ്ട് ഒരു കുട്ടിയെ ഇങ്ങനെ പുകാൻ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ഒച്ചട്ടപ്പോ ആ കുട്ടിയോണ്ട് ഉണർന്നു. ആയിക്കോട്ടെ, ശരി. അപ്പോൾ അതിന് നിങ്ങൾ എഴുതിച്ചോളി. ഒന്നാമത്തെ കാര്യത്തിന്റെ പേര് എന്താ അറിയോ? മുൻജിയാത്ത് എന്നാണ്. മുൻജിയാത്ത് അങ്ങനെ എഴുതേണ്ടി അല്ലേ? നാളെ നമുക്ക് എഴുതട്ടോ, നാളെ നമ്മൾ എഴുതരും. മുൻജിയാത്ത്, മുൻജിയാത്ത് എഴുതുന്നുണ്ടോ? കോയ് എഴുതുന്നുണ്ടോ? എഴുതണോലും എങ്ങനെയാണെങ്കിൽ യെസ്, മുൻജിയാത്ത്. മുൻജിയാത്ത് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങൾ. 2 ലോകത്തും നമ്മളെ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങൾ. 2 ലോകം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് എന്ന് അറിയുന്ന കുട്ടികളൊന്നും ഇങ്ങനെ കൈവന്തിക്കുകയും വീഡിയോയിൽ കൈവന്തിച്ചാൽ മതി. കുറേ കുട്ടിയൊക്കെ അറിയാം 2 ലോകം ഏതാണെന്ന് അറിയാം അല്ലേ? നല്ല മക്കൾ, മാഷാ അല്ലാ. അതിൽ ജാസ്മിൻ ഒന്ന് പറയുമ്പോളെ ഒന്ന് മൈക്ക് ഒന്ന് പെർമിഷൻ ഇതാക്കി കൊടുക്കുക. ജാസ്മിൻ പറയും 2 ലോകം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? മൊത്തം പെർമിഷൻ കൊടുത്തിട്ടോ ഈ ഷഹീറെ, കുഴപ്പമില്ല. ഓല് പറയട്ടെ, ഓലെ ദിവസമല്ലേ. ആർക്കും തുറക്കാം, ആർക്കും പറയാം. 2 ലോകം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്നാണ് ഉസ്താദ് ചോദിച്ചത്. ഓക്കെ. അപ്പൊ ഇഹലോകവും പരലോകമാണ്. അപ്പൊ 2 ലോകത്തും രക്ഷപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് കെണിയിലൊന്നും പെടാതെ ബുദ്ധിമുട്ടൊന്നും ആകാതെ ഈ ലോകത്തും നമുക്ക് നല്ല നമ്മൾ പഠിച്ച് നല്ല ജോലിയിലൊക്കെ എത്തി, നല്ല ശമ്പളമൊക്കെ കിട്ടി, നല്ല നമുക്ക് ഇഷ്ടമുള്ള കാറൊക്കെ വാങ്ങി, നല്ല അടിപൊളിയായിട്ട് ദുനിയാവിലും നല്ല ആശ്വാസത്തോടെ ജീവിക്കാനുള്ള വഴികൾ. പരലോകത്ത് രക്ഷപ്പെടാൻ എന്താ? പരലോകത്ത് സ്വർഗത്തിലെത്താനുള്ള വഴികൾ. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന 3 കാര്യങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതോ ജീവിതത്തിലുണ്ടെങ്കിൽ ഇഹലോകവും പരലോകവും നമ്മുടെ രക്ഷപ്പെടും, 2 ലോകവും. അതെ. അപ്പം എന്നാൽ ഒന്നാമത്തത് 4 കാര്യങ്ങളിൽ ഒന്നാമത്തതിൽ 3 ഉണ്ട്. ആ 3 ഒന്നാമത്തത് പറയാം. 4 കാര്യങ്ങളിൽ ഒന്നാമത്തത് മുൻജിയാത്ത്. ആ മുൻജിയാത്ത് അതിൽ 3 ഉണ്ട്. ഓക്കെ, അത് പറഞ്ഞല്ലോ. എല്ലാവരുടെയും പറയുമ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ഷഹീർ കാക്കുണ്ട്, ഇവരൊക്കെ ഓഫാക്കി വെക്കും. ഇവരൊക്കെ പറയാൻ കഴിയൂല കേട്ടോ. ശരി. അപ്പോൾ മുൻജിയാത്തിൽ ഒന്നാമത്തത് മനസ്സ പറഞ്ഞുതരും. ഒന്നാമത്തെ മുൻജിയാത്തിൽ പിന്നെ അള്ളാഹുവിൽ നമ്മൾ തഖ്വ
പാലിക്കുക എന്നുള്ളതാണ്. പടച്ചോൻക്ക് പേടി ഉണ്ടാവുക. ഉം. എപ്പോഴാണ് പടച്ചോനെ പേടിക്കേണ്ടത്? അത് എല്ലാ സമയത്തും വേണമെന്ന, സദാസമയം ഉം. പടച്ചോനെ പേടിക്കണം. ഫിസിരി വല അലാനിയ, ഉം. രഹസ്യത്തിലും പരസ്യത്തിലും നമുക്ക് പടച്ചവനെ പേടി ഉണ്ടാകണം. പടച്ചോനെ എല്ലാവർക്കും പേടി ഉണ്ടാവും, പടച്ചോനെ പേടി ഉണ്ടാവും എല്ലാവർക്കും അല്ലേ. അപ്പോൾ പടച്ചോനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ശരിക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. പടച്ചോനെ നമ്മൾ പേടിക്കണതിൻ്റെ പ്രധാന കാര്യം, അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കണതിൻ്റെ പ്രധാന കാര്യം, അള്ളാഹിനോട് നമുക്ക് വലിയ ഇഷ്ടമുണ്ട് എന്നുള്ളതാണ്. അള്ളാഹ്ക്ക് നമ്മളോടും വലിയ ഇഷ്ടമാണ്, നമുക്ക് പടച്ചോനോടും വലിയ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് വേറെ ഇഷ്ടമുള്ള ഒരാളെ അയാൾ പറയണത് അനുസരിക്കണത്, അയാളെ നമ്മൾ പിണക്കാതിരിക്കണത് ഒക്കെ അയാളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ, അവനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹ്ക്ക് നമ്മളെ ഇഷ്ടാവും. നമ്മൾ അള്ളാഹിനെ സൂക്ഷിക്കാതെ ജീവിക്കുകയാണ്, അള്ളാഹ് പറഞ്ഞത് കേൾക്കാതെ ജീവിക്കുകയാണെങ്കിലോ എന്താ സംഭവിക്കുക? പടച്ചോന് നമ്മളെ വെറുപ്പാകും. അപ്പം നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളെ തെറ്റിക്കൂല നമ്മൾ അല്ലേ, നമ്മൾ വെറുപ്പിക്കൂല. അപ്പോൾ അതേപോലെ നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്ന, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള അള്ളാഹിനെ നമ്മളൊരിക്കലും തെറ്റിക്കാൻ പാടില്ല, വെറുപ്പിക്കാൻ പാടില്ല. അതെ. അപ്പം ഞാനൊരു സംഭവം പറയാം. ഇപ്പം നമ്മൾ ഫോൺ ഇങ്ങനെ എടുക്കുകയാണ്. ഫോൺ ഇങ്ങനെ എടുക്കുമ്പോൾ എന്താ പറയുക, ഫോൺ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ യൂട്യൂബ് ഇങ്ങനെ നോക്കുക. അപ്പം അമ്മ കാണരുത് എന്ന് പറഞ്ഞ ഒന്ന്, ഇപ്പം കാണരുത് എന്ന് പറഞ്ഞ ഒന്ന്, നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ബാക്ക് ഇങ്ങനെ നോക്കും. ഉമ്മ വരുന്നുണ്ടോ, ഉപ്പ വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കും. ശരിക്ക് ഈ കാണരുത് എന്ന് ഉമ്മ പറയണത് എന്തുകൊണ്ടാണ്? അത് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അല്ലേ? അതെ. അല്ലെങ്കിൽ അങ്ങോട്ട് പോകരുത്, ഇന്നത് ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ ശരിക്ക് ഉമ്മ നമ്മൾ നല്ല കുട്ടിയാകാനും നമ്മളെ അള്ളാഹുവിന് ഇഷ്ടമുണ്ടാകാനൊക്കെ വേണ്ടിയാണ് അങ്ങനെ ഒരു കാര്യം പറയണത്. പക്ഷെ ചില ആൾക്കാരെന്താ ചെയ്യുക, ഇവരെക്കുറിച്ചൊന്നുമല്ല പറഞ്ഞത്, വേറെ കച്ചറ ടീമിനെ പറ്റി അങ്ങനെ തല്ലിപ്പൊളി കച്ചറ ടീമുണ്ട്. ഓരെക്കുറിച്ചാണ് പറയണത്, ഇവരെ കുറിച്ചല്ല പറയണത്. ഇവരെന്താ ചെയ്യുക, പതുക്കെ എടുത്തിട്ട് തുറന്നിട്ട് ഇങ്ങനെ നോക്കും, ചുമരിൻ്റെ ഇങ്ങനെ ചാരി ഇരിക്കും. അപ്പം അവിടുന്ന് വരുമ്പോൾ കാണുമല്ലോ, ഇവിടുന്ന് കാണൂല. ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വേണ്ടാത്തതൊക്കെ ഇങ്ങനെ കാണും ചില ആൾക്കാർ. അപ്പോൾ അവിടെ ശരിക്കും അവർക്ക് ഉമ്മാനിപ്പാനും പേടിയുണ്ട്, അള്ളാഹുവിന് പേടിയില്ല. അപ്പം അള്ളാഹുവിനെ പേടിയില്ലാത്ത എന്തുകൊണ്ടാണ്? അള്ളാഹു ഇതൊക്കെ കാണുന്നു, അറിയുന്നു എന്നത് മനസ്സിലാകാത്തത് കൊണ്ടാണ്. അള്ളാഹുവിനൊക്കെ കാണാൻ കഴിയൂലേ? അള്ളാഹുവിനൊക്കെ കാണാൻ കഴിയും, എല്ലാം കേൾക്കാൻ കഴിയും, ഒക്കെ അറിയാൻ കഴിയും. എത്ര സ്വകാര്യമായിട്ട് ചെയ്യുകയാണെങ്കിലും എല്ലാം അറിയാൻ കഴിയുന്ന ആളാണ് ആര്? പടച്ചോൻ അല്ലേ? അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം ചോദിച്ചു മൈക്ക് റൈസ് ചെയ്യുന്ന ആളുകൾക്ക്, ഹാൻഡ് റൈസ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മൈക്ക് ഓപ്പൺ ആക്കി തരുള്ളൂ, അല്ലാത്തവർക്ക് ഓപ്പൺ ആക്കി തരില്ല. പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ചരിത്രത്തിൽ കുറേ സംഭവങ്ങളുണ്ട്. ഒരു അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് മാത്രം വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ. അള്ളാഹുവിനെ പേടിയുള്ളതുകൊണ്ട് മാത്രം, അങ്ങനെ അള്ളാഹുവിനെ പേടിച്ചിട്ട് രഹസ്യത്തിലും പരസ്യത്തിലും ഒറ്റക്കാകുമ്പോഴും അല്ലാത്തുമ്പോഴും മാറി നിൽക്കുക എന്നുള്ളതാണ് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ പരിപാടി, ഒന്നാമത്തെ മാർഗം. അപ്പം അത് കുറേ കുട്ടിയൊക്കെ അറിയാം. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, സ്വാലിഹും ഉണ്ട്, പിന്നെ ആരാ, നൂഹയാണോ, മറിയം കേസ് ഉണ്ട്, മുഖ്താർ ഉണ്ട്. ഏതെങ്കിലും ഒരാളെ വിളിക്കുക. എന്നാ മോനെ മുഖ്താർ പറയും, മോനെ മുഖ്താർ വി. അത് ഫോളോ ചെയ്യണില്ലേ കൃത്യമായിട്ട്? പിന്നെ അവർക്ക് ഓപ്പൺ ആക്കി കൊടുക്കണം. കുമാർ മുഖ്താർ ഓക്കെയാണ്. മുഖ്താർ പറയും മോനെ. മുഖ്താർ ഉമർ, ഇവിടെയും ഉമർ മുഖ്താറാണ്. ഓരോ മേലെ എന്തോ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. വേഗം തുറന്നെടുത്തല്ലോ. നല്ല ആൾക്കാരാ. ശരി, മുഖ്താർ പറയും മോനെ, ചരിത്രം എനിക്ക് അറിയണം എന്തെങ്കിലും ഒന്ന് പറയും. മുഖ്താറിന്റെ മൈക്ക് ഓണാണ്. മുഖ്താറെ പറയടാ. ആയിഷയും സൈനബിയോടെ ഉണ്ടല്ലോ, ഓരെന്തോ ഒന്നും ഹാൻഡ് റൈസ് ഒന്നും ചെയ്യാത്ത. യു ആർ അണ്ടർ അറസ്റ്റ്. എന്നാ ബിനിയാം ഹാഷ്മി. മുഖ്താർ മൈക്കും തുറന്ന് ചിരിക്കാണല്ലോ, ഒന്നും പറയണില്ലല്ലോ. ഞാനൊരു സംഭവം പറയാം. അതോ പറഞ്ഞോ. ഇബ്രാഹിം നബിന്റെ ചരിത്രം. അതിലെന്താ ഉള്ളത്? അള്ളാഹുവിനെ പേടിച്ചിട്ട്
ഒരു തെറ്റ് വേണ്ട എന്ന് പറഞ്ഞതിനുള്ള ചരിത്രം കിട്ടണ്ടേ? എന്തെങ്കിലും ചരിത്രമല്ല. ഒരു തെറ്റ് വേണ്ട തെറ്റ് വേണ്ട വെച്ചൊരു നബിന്റെ ചരിത്രം. ബിനിയാം ഹാഷിം. ബിനിയാൻ പറയട്ടെ എന്നാല്. മുഖ്താർ ഒന്ന് മ്യൂട്ട് ചെയ്യും മോനെ കേട്ടോ. ചോദ്യം ഒന്നുകൂടി പറയാണ്. കൈ ഉയർത്തിയ ആൾക്കാരെ ചോദ്യം. യൂസഫ് നബി. പറയ്, ചരിത്രം എന്താണ്? പറയ്, ചരിത്രം പറയ്. അറിയോ? ആ നബി അള്ളാനെ പഠിച്ചിട്ട് ഇതുവരെയായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇത് നല്ല ഒളിഞ്ഞിരിക്കണ്ടല്ലോ, ക്യാമറ ഒന്നും തുറക്കാതെ. ഇത് കുപ്പായിടാതെയാണോ ക്ലാസ് കേൾക്കണേ? എന്നാ വേണ്ടട്ടോ മോനെ, തുറക്കണോട് കൂടെ എൻ്റെ സ്റ്റീൽ ബോഡി കണ്ടിട്ട് ചിലപ്പോൾ ഞാൻ ബോധം കെടും. ഓക്കെ, ഞാൻ പറയാം. ഒരു ദിവസം ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്തൂടെ അങ്ങ് നടന്നു പോകണേ. രാത്രിയായപ്പോൾ, രാത്രി വൈബുള്ള ചായ കുടിച്ചാൻ പോയതല്ല. നാട്ടിലെ ആളുകളൊക്കെ വിഷമത്തിലാണോ പ്രയാസത്തിലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പോണത്. അങ്ങനെ പോകുമ്പോൾ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ നിന്നൊരു സംസാരം കേട്ടു. ഇനിയിപ്പോൾ ആ ചരിത്രം അറിയണ കുറേ കുട്ടികളുണ്ടാവുമല്ലോ. ആർക്കൊക്കെ അറിയാലോ? സൈനബിനും ആയിഷക്കും അറിയാം. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കൊടുക്ക്, ഒന്ന് ഓപ്പൺ ആയി കൊടുക്കേ. അവര് ഒരു ഉമ്മ ഒരു കുട്ടിനോട് പറഞ്ഞു, നമുക്ക് ഈ പാലിൽ വെള്ളം ചേർക്കാം, അതാവുമ്പോ നമുക്ക് കൊറേ പാല് കിട്ടുന്നു. അപ്പൊ മോള് പറഞ്ഞു, ഉമ്മ ഇത് വേണ്ട, അള്ളാഹു നമ്മളെ കാണുന്നുണ്ടല്ലോ, നമ്മൾ ഇത് ചെയ്യേണ്ട, അള്ളാഹുവിന്റെ നമുക്ക് കുറ്റം കിട്ടുന്നു. മാഷാ അല്ലാഹ്, മിടുക്കി, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 5ാം ക്ലാസ്സില്. നല്ല നല്ല കുട്ടികൾ കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ശരി, അപ്പോൾ അബ്ദു, അപ്പോൾ ഇതിൽ നിന്ന് അവർക്ക് എന്ത് മനസ്സിലായിട്ടുണ്ടാവും? അള്ളാഹു എപ്പോഴും കാണുന്നുണ്ട്, സദാസമയം പടച്ചോൻ നോക്കുന്നുണ്ട്. പടച്ചോൻ കാണാതെ ഒരു കാര്യം ചെയ്യുക എന്ന് വിചാരിച്ചാൽ നടക്കൂല. അതായത് ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ എല്ലാ ദിവസവും ഹോട്ടലിൽ പോയിട്ട് പൊറാട്ടയും ചായയൊക്കെ കുടിക്കും. അപ്പോൾ ഓരോരുത്തർ പൈസ ഉണ്ടാവും, അപ്പോൾ നമ്മുടെ അടുത്ത് ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല. അപ്പോഴാണ് ഉപ്പാൻ്റെ ഷർട്ട് അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ കൈയിട്ടിട്ട് പൈസ എടുത്തു. വാപ്പ കാണില്ല, അമ്മ കാണില്ല, ആരും കാണില്ല. വാപ്പാക്കും മക്കും നമ്മളെ ഭയങ്കര വിശ്വാസമല്ലേ. അപ്പോൾ വാപ്പ എണ്ണി വെക്കുമോ? ശരിക്കും എണ്ണി നോക്കലുണ്ട്. അപ്പം കണ്ടിട്ടില്ല, കാണാതൊക്കെ പിന്നെ എൻ്റെ മോൻ അങ്ങനെ ചെയ്യൂല എന്ന് വിചാരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ പൈസ പതുക്കെ എടുത്തു പോകുമ്പോൾ അള്ളാഹു കാണില്ലേ. എന്നാൽ ഒരാൾ രക്ഷപ്പെടും എപ്പോൾ? ആ പൈസ ഇങ്ങനെ എടുക്കാൻ തോന്നുമ്പോൾ ഇങ്ങനെ ഓർമ്മ വന്നു. മറ്റേ ആ കുട്ടി ഉമ്മാനെ ഓർമ്മയാക്കിയില്ലേ, മച്ചേ വേണ്ടട്ടോ, ഉമർ ബിൻ ഖത്താബ് കാണൂലെങ്കിലും അള്ളാഹു കാണും. ഇതൊക്കെ ആര് കേൾക്കുന്നുണ്ട്? ഉമറുൽ ഖത്താബ് പുറത്തുനിന്ന് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇത് ഉപ്പ കാണില്ലെങ്കിലും അള്ളാഹു കാണും എന്ന് മനസ്സിൽ വന്നാൽ എന്താണ്, പിന്നെ എടുക്കാതെ പോകില്ലേ. അപ്പോൾ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടാവും. അതല്ലെങ്കിൽ എന്താ ഇപ്പോൾ പറയാം, നമ്മൾ എന്തോ ഒരു കാര്യം, ഒരു പണി ഒപ്പിച്ചു, അങ്ങനെ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അപ്പോൾ ഉദാഹരണം ടീ പോയി നമ്മൾ പൊട്ടിച്ചത് ആരും കണ്ടിട്ടില്ല. അപ്പോഴാണ് നമ്മളെ ഇളയ കുട്ടി അതിലങ്ങനെ പോണേ. അപ്പം എന്താ ചെയ്യുക? ഓണമെല്ലാം അതിൻ്റെ അടുത്ത് കൊണ്ടേ ഇരുത്തി ചാർജ് ഷീറ്റ് ഓന് കൊടുത്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ കഴിച്ചിലാവും. അതൊക്കെ ആര് കാണുന്നുണ്ട്? പടച്ചോൻ കാണുന്നുണ്ട്. അപ്പോൾ അള്ളാഹു എത്രത്തോളം കാണുന്നു എന്നത് പഠിപ്പിച്ചു തരുന്ന ഒരു ആയത്ത് ഖുർആനിലുണ്ട്. നാളെ വരുമ്പോൾ ആ ആയത്തിൻ്റെ നമ്പർ കണ്ടെത്തിയിട്ടാണ് വരിക. ആയത്ത് ഞാൻ പറയാം. വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹുവ വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഈ ആയത്ത് ഹിഫ്ളുള്ള ആരെങ്കിലും ഉണ്ടോ? ഹാൻഡ് റൈസ് മൊത്തം ഒന്ന് ക്ലോസ് ചെയ്യും പറയേ. ഈ ആയത്ത് ഹിഫ്ളുള്ള ആരെങ്കിലും ഉണ്ടോ? ഹിഫ്ളുള്ള ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്തോളൂ. എൻ്റെ വക ഒരു സമ്മാനം ഉണ്ടയായിരിക്കും, അല്ലെങ്കിൽ പരിപ്പോടെ ആയിരിക്കും. ഉണ്ടയും പരിപ്പോടെ ഒന്നല്ല കേട്ടാ, സമ്മാനം ശരിക്ക് തരും. മുഹമ്മദ് യാസീൻ കോളടിച്ചു.
യാസീൻ ഓപ്പൺ ആക്കി കൊടുക്കും. യാസീന് നല്ല ഖിറാഅത്ത് നല്ല മനോഹരമായി ഓതാൻ പറ്റുമെങ്കിൽ ഓദിക്കും മോനെ. മുഹമ്മദ് യാസീൻ ഓദിക്കോ മോനെ. മുഹമ്മദ് യാസീൻ ഓപ്പൺ ആക്കി കൊടുത്തിട്ടില്ല. ഓക്കെ, ഓപ്പൺ ആണ്. ഓദിക്കോ മോനെ, ഓദിക്കോ. യാസീൻ മുങ്ങിയ എടാ കൊച്ചു കള്ള, വെറുതെ അറിയാതെ കൈയ്യട്ടി പോയതാണ്. അല്ല, അത് വലിയ ആയത്താണ്, അത് എല്ലാ കുട്ടികൾക്കും വേഗം കിട്ടുമൊന്നുമില്ല. അതുകൊണ്ടാണ് യാസീന് കിട്ടാത്തത്. പഠിച്ചിട്ടുള്ളൂ. പറഞ്ഞടാ, നേരെ പറയ്. അറിയില്ല എന്ന് പറയലൊരു മോശമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ, കുഴപ്പമില്ല. ഫാത്തിമ ആരാ? ഫാത്തിമ റഹീമോ? ഒന്ന് സ്പീഡാക്കിക്കോളൂ, നമ്മളെ സമയം ഇങ്ങനെ നല്ലോണം വേഗം പോകുന്നുണ്ട്. ഓക്കെ, ഷിമാസ് ഫാത്തിമ ഹാൻഡ് റൈസ് ചെയ്തിക്കണം. വേഗം ഓതിക്കോളി മോളെ. ഷിമാസ് ഫാത്തിമ. أعوذ بالله من الشيطان الرجيم وعنده مفاتح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. മാഷാ അല്ലാഹ്. മോളെ പേരൊന്ന് പറയ്. നിൻ്റെത് ഭയങ്കര ഫോണ്ടൊക്കെയാണ്, വായിക്കാൻ കിട്ടില്ല. പേര് പറഞ്ഞു. പേരെന്താ? ഷിമാസ് ഫാത്തിമ. ശരി, നമ്മളൊന്ന് സ്പീഡിൽ പോവാം. ഓക്കെ, ഷിമാസ് മ്യൂട്ട് ചെയ്തോ. ഓക്കെ ഓക്കെ, ശരി. അപ്പം ഏതായാലും നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഷിമാസിനൊരു സമ്മാനമുണ്ട് അല്ലേ? ഓക്കെ, ഷിമാസിൻ്റെ അഡ്രസ്സ് ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. വലൈക്കും അസ്സലാം. എനിക്കറിയാം സ്ഥലത്ത്. ഏതാണ് ഈ ആയത്ത് അറിയോ? ഒതുക്കോ മോളോ, ഒതുക്കോ. ഫാത്തിമ ഇശൽ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعنده مفاتيح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في الظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. മാഷാ അല്ലാഹ്, അഹ്സൻതി. അപ്പോൾ ഫാത്തിമ ഇശലിനുണ്ട് സമ്മാനം അല്ലേ? ഇൻഷാ അല്ലാഹ്. ഇനി തൽക്കാലം ഇപ്പം നമ്മൾ ഒതുക്കണില്ല ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ മക്കളൊക്കെ ശ്രദ്ധിക്കുക, ഉസ്താദ് പറയണത് ശരിക്കും ശ്രദ്ധിക്കുക. ആ ആയത്തിലുള്ളത് എന്താണ്? ഇൻദഹു മഫാത്തിഹുൽ ഗൈബി, അള്ളാഹുവിൻ്റെ അടുത്താണ് എല്ലാ രഹസ്യങ്ങളുടെയും ഖജനാവുള്ളത് അല്ലെങ്കിൽ താക്കോലുള്ളത്. ലാ യഅലമുഹ ഇല്ലാ ഹുവ, അദൃശ്യങ്ങൾ അള്ളാഹു അല്ലാതെ വേറെ ആരും അറിയില്ല. പടച്ചോന് മാത്രം അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണത്. പിന്നെന്താണ് ആയത്തിൻ്റെ തുടർച്ച? വയഅലമു മാഫിൽ ബർരി വൽ ബഹർ, വയഅലമു അള്ളാഹു അറിയുന്നു, മാഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലുള്ളതൊക്കെ അള്ളാഹു അറിയുന്നു. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ, ഒരു ഇല പോലും വീഴുന്നില്ല, ഇല്ലാ യഅലമുഹ, അള്ളാഹു അതിനെക്കുറിച്ച് അറിയാതെ. അപ്പോൾ ഇനി എല്ലാവരും നല്ല ശ്രദ്ധിച്ച് കേൾക്കുക. ഫോണുമ്മേ തുടർന്ന കുട്ടികളൊക്കെ ഉണ്ട്, അവരിവിടെ ശ്രദ്ധിക്കുക. എന്താണ്? അപ്പോൾ ശരിക്ക് കടലിൽ എത്ര സൃഷ്ടികളുണ്ട്? കടലിൽ കോടിക്കണക്കിന് സൃഷ്ടികൾ കടലിലുണ്ട്. റിഹാൻ മുഹമ്മദ് കൈയടക്കി വെക്ക്. ഞാൻ നല്ല മേട്ട ഞാൻ മേടും. ചെറിയ കുട്ടിയാന്ന് തോന്നിട്ടല്ലേ? നല്ല, ഞാൻ പിൻവലിച്ചു. ഓക്കെ, ശരി. അപ്പോൾ ഒമാ തസ്ഖുതു മിൻ വറഖത്തിൻ, ഒരു ഇല പോലും താഴെ വീഴുന്നില്ല എന്നാണ്. അപ്പോൾ ശരിക്ക് അള്ളാഹുവിന് കോടിക്കണക്കിന് സൃഷ്ടികൾ അവിടെ ഉണ്ട്, കടലിലുണ്ട് കോടിക്കണക്കിന് സൃഷ്ടികൾ. അതിൽ തന്നെ മീനിനെടുത്താൽ മീൻ തന്നെ എത്ര ഐറ്റുണ്ട്. അതിൽ തന്നെ ഒരു മത്തി എടുത്താൽ എത്ര കോടി മത്തി ഉണ്ട്. അതൊക്കെ അള്ളാഹുവിനറിയാം, അത് റെഡി.
പിന്നെ കരയിലുള്ളതും അറിയാം. എന്നിട്ട് പഠിച്ചോൻ കരയിലുള്ളതോ അല്ലെങ്കിൽ കടലിലുള്ളതോ ആയ ഒന്ന് രണ്ട് ഉദാഹരണം എടുക്കുകയാണ്. എന്താണ്? ഒരു ഇല പോലും വീഴുന്നില്ല എന്നാണ്. അപ്പോൾ കര എടുത്താൽ കരയിൽ തന്നെ ധാരാളം മരങ്ങളുണ്ട് അല്ലേ? കോടി ഐറ്റം മരങ്ങളുണ്ട്. ചെറിയ ചെടികൾ, വലിയ മരങ്ങൾ, പൂക്കുന്നത്, കായ്ക്കുന്നത്, തണൽ തരുന്നത്, അങ്ങനെ മനുഷ്യന്മാർ ഈവൻ പേര് അടക്കം കണ്ടെത്താത്ത, സയൻസ് പോലും പേര് കണ്ടെത്താത്ത അടക്കം മരങ്ങളും ചെടികളൊക്കെ ഉണ്ട്. കോടി കണക്കിനുണ്ട്. അതിലെ ഒരു ഇനം മാത്രമാണ് ശരിക്ക് മാവ് എന്ന് പറയുന്നത്. മാവ് തന്നെ ഒരുപാട് ഐറ്റം ഉണ്ട്. മൂവാണ്ടൻ മാവ്, അങ്ങനെ പിന്നെ ഇഷ്ടംപോലെ മാവുകളുണ്ട്. അതിലേതെങ്കിലും ഒന്നാണ് ഇപ്പോൾ മൂവാണ്ടൻ മാവ് എന്ന് പറയുന്നത്. മൂവാണ്ടൻ മാവിന് എത്ര എണ്ണം ഉണ്ടാവും? ഒരുപാടുണ്ടാവും. ഇപ്പോൾ നമ്മളെ പല ആളുകളെയും വീട്ടിലുണ്ടാവും, നാട്ടിലുണ്ടാവും. അതിലൊന്നായിരിക്കും ചിലപ്പോൾ അബ്ദുവിൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത്, നിങ്ങളെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു മാവുണ്ടല്ലോ, കോമാങ്ങ ഉണ്ട്. അപ്പം അതിൽ തന്നെ എത്രങ്ങാനും ഇല ഉണ്ടാവും? കുറേ ഇല ഉണ്ടാവും അല്ലേ? അതിലൊരു ഇല വീണ അതുപോലും ആരറിയും? അള്ളാഹു അറിയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കള്ളത്തരത്തിലൊരു റീലിങ്ങനെ കാണുമ്പോൾ, അതല്ലെങ്കിൽ നമ്മൾ അമ്മ പറയണ അവിടേക്ക് പോകരുത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അറിയാതെ പോകുമ്പോൾ, അല്ലെങ്കിൽ ക്ലാസ്സിൽ ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ വർത്താനം പറയും അല്ലേ? സ്വകാര്യത്തിൽ ബോർഡിലൊക്കെ എഴുതുമ്പോൾ ചില ആൾക്കാരെ. അപ്പോൾ ഈ ടീച്ചർമാർക്ക് ഈ ആൾക്കാരൊക്കെ ശരിക്കും അറിയും. പിന്നെ ഈ ടീച്ചർമാരെന്താ വെച്ചാൽ ചെറിയ കുട്ടികളല്ലേ, ഓലൊന്നും ആക്കണ്ട വിചാരിച്ചിട്ടാണ്. അല്ലെ നമ്മളെ ട്രെയിനിങ്ങിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു സാധനം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഒരാൾ ചെയ്യൂല. അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ രക്ഷപ്പെട്ട കാര്യമാണ് ചെയ്യണത്. അതാണ് മുൻജിയാത്ത് എന്ന് പറയുന്നത്. മുൻജിയാത്തിൽ ഒന്നാമത്തത് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹിനെ സൂക്ഷിക്കുക. അതായത് വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ടീച്ചേഴ്സിൻ്റെയൊക്കെ മുന്നിൽ നല്ല കുട്ടി, ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ വേറെ കുട്ടി, സ്പോർട്സിന് വേറെ സ്കൂളിൽ പോകുമ്പോൾ അവിടെ വേറെ സ്വഭാവം, ടൂറിന് പോകുമ്പോൾ വേറൊരാൾ, പിന്നെ ഒരു ക്രീമും ഒരു സാധനവും പിന്നെ കോസ്മെറ്റിക്സ് ഒന്നും ഉപയോഗിക്കില്ലെങ്കിൽ ആ ടൂറിന് പോകണമെന്ന് ആകെ വലിച്ച് തേച്ച് കൊളാക്കി അല്ലേ? അങ്ങനെയൊന്നും പോകാതിരുന്നാൽ അയാൾ രക്ഷപ്പെട്ട കൂട്ടത്തിലാണ്. എല്ലായിടത്തും ഒന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഒരേ സ്വഭാവമാണ്. ചില പെൺകുട്ടികളൊക്കെ ഉണ്ട്, ഇവരെ കുറിച്ച് അല്ലട്ടോ പറയണത്, ഇവരൊക്കെ മഫ്തൊക്കെ എന്താ മഫ്ത. ഈ കാണുന്നതല്ലാത്ത കുട്ടികളെ കാണാൻ എന്താ ചെയ്യുക? സ്ക്രീൻ ഒന്ന് അങ്ങോട്ട് നീക്കി ഉമ്മറേ, പുതിയ കുറച്ച് കുട്ടികളെ ഇടക്കൊന്നും ഇങ്ങനെ കാണിച്ചേരി. 14 സ്ക്രീനിൻ്റെ അപ്പുറം. ഇതിൽ ഇവരൊക്കെ ഇവിടെ ഉണ്ടോ? നമ്മൾ കണ്ടിട്ടില്ലേ? ശരി, മാഷാ അല്ലാഹ്. അവിടെ ഹിജാബ് ഇട്ടിട്ട് കുട്ടികളെ എന്ത് ചൊറുക്കാലൊക്കെ കാണാനോ നോക്കാം അതോ അല്ലേ? ചില ആളുകൾ ഓരോട് പറയേ ഇതെന്താ തള്ളച്ചി ആയിണോ എന്നൊക്കെ ചോദിക്കും. എൻ്റെ അപ്പ ഉസ്താദാണോ എന്നൊക്കെ ചോദിക്കും ചില കുട്ടികളോട്. അപ്പം എന്താ പറയണ്ടേ? ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരാളാണ്, എനിക്ക് സ്വർഗം വേണം. അപ്പം ഞാൻ ഉപ്പാൻ്റെ അടുത്തും ഉമ്മാൻ്റെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തും കല്യാണത്തിൻ്റെ അടുത്തും എല്ലായിടത്തും ഞാൻ ഹിജാബ് ഇട്ടാൽ പോവുക. അല്ലാതെ ഇത് ചില കുട്ടികൾ മദ്രസക്ക് മാത്രം ഇടും, സ്കൂൾ കിടൂല. അപ്പോൾ അവിടെ എന്താണ്? രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹിനെ സൂക്ഷിക്കണില്ല. മദ്രസയിൽ ഉസ്താദിനെ പേടിയാണ്. സ്കൂളിൽ യൂണിഫോം ഉള്ളതുകൊണ്ട് തട്ടിട്ട് പോകും, കല്യാണത്തിന് പോകുമ്പോൾ ഇടൂല. അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ട്. ഇവരങ്ങനെ ഒന്നല്ല കേട്ടോ, ഇവർ ഒരിക്കലും അങ്ങനെയല്ല. ഇവരിപ്പോൾ ശരിക്കും സൂപ്പറാണോ സൂപ്പർ സ്റ്റാർ ആണോ? സൂപ്പർ സ്റ്റാർ അല്ലേ? 3 ഉണ്ട്. 1 സൂപ്പർ, 2 സൂപ്പർ സ്റ്റാർ, 3 ഗോൾഡൻ സൂപ്പർ, ഗോൾഡൻ ഗുഡ് സൂപ്പറൊക്കെ ഉണ്ട്. നിങ്ങൾ ഏതാന്ന് ഞാൻ നോക്കട്ടെ. 1-2 ആൾക്ക് ഇടയ്ക്ക് കളിച്ചതുകൊണ്ടേ സൂപ്പർ സ്റ്റാർ പോയിട്ടുണ്ട്, സൂപ്പർമാൻ ഇപ്പം ഉള്ളത്. ശരി, അപ്പം നമ്മൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞു. ഇപ്പം എല്ലാ ആളുകളും അത് എഴുതി വെച്ചു അല്ലേ? ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നാമത്തെ അള്ളാഹുവിനെ സൂക്ഷിക്കുക, രഹസ്യത്തിലും പരസ്യത്തിലും. അതെ, വാപ്പിമ്മയും കാണുന്നിടത്തും കാണാത്തടത്തും ഒക്കെ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യും? രക്ഷപ്പെടും. അങ്ങനത്തെ ആളുകൾ രക്ഷപ്പെടും. ഇനി രണ്ടാമത്തേത് ഏതാണ്? അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഒരു ചരിത്രം പറഞ്ഞില്ലേ? ആ പെപ്സി വാങ്ങാൻ പോയ പെൺകുട്ടി, പെപ്സി അല്ലല്ലോ, പെപ്സി എന്നെ പാല് ഞാൻ വയസ്സായതുകൊണ്ടേ ഓർമ്മയിന്ന് പോവുകയാണ് ഇടയ്ക്ക് കേട്ടോ. ഞാൻ പെപ്സി വാങ്ങാൻ പോയി പറഞ്ഞപ്പോഴൊരു കുട്ടി അങ്ങനെ തന്നെ ഉസ്താദേ, ശ്രദ്ധിക്കണില്ല ഇവിടെ ചില ആളെന്ന് ഞാൻ പറയണല്ലോ കേട്ടോ. അപ്പം അതേപോലത്തെ ചരിത്രം വേറെയുണ്ട്. അപ്പം അമ്മാനോടൊന്ന് ചോദിച്ചിട്ട് ഉസ്താദിനോടൊന്ന് ചോദിച്ചിട്ട് ഒരു ചരിത്രം നല്ല വൃത്തിക്ക് ചെറിയ സമയം കൊണ്ട് പറഞ്ഞിട്ട് അയക്കണം. എന്നാൽ അതിൽ നിന്ന് ഒരാളത് നാളെ ഇവിടെ നമ്മൾ പ്ലേ ചെയ്യും. നീണ്ടുപോയാൽ കിട്ടൂല.
നീണ്ടുപോയാൽ കിട്ടൂല, വോയിസ് ക്ലാരിറ്റി ഇല്ലെങ്കിൽ കിട്ടൂല. എന്താണ്, വേറെയും കുറേ ചരിത്രമുണ്ട്. എന്താ ചരിത്രം? ചോദ്യം ശരിക്കും മനസ്സിലാക്കി വെച്ചോളി. ആ സ്ക്രീനൊന്ന് മാറ്റിയിടറ ഇടക്ക്. പിന്നെ നിങ്ങളോടല്ല കേട്ടോ, ഞാൻ ഇവിടുത്തെ ഉമ്മർകാക്കാനോടാണ് പറയുന്നത്. പിന്നെ അപ്പോൾ ചോദ്യം എന്താണ്? ഞാനിവിടെ പറഞ്ഞതുപോലെ ഒരാൾക്ക് തെറ്റ് ചെയ്യാനും കുറ്റം ചെയ്യാനൊക്കെ അവസരം കിട്ടി, ആരും കാണാത്തോടത്തുനിന്ന്. പക്ഷേ അയാൾ എന്ത് ചെയ്തു? പടച്ചോനെ പേടിച്ച് അത് ചെയ്തില്ല. ഞാൻ എന്തിനാ ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ വീടിൻ്റെ അടുത്തുനിന്ന് ആ പെൺകുട്ടി പറഞ്ഞ ചരിത്രം എടുത്തതെന്നറിയോ? ഇല്ലെങ്കിൽ നാളെ എല്ലാവരും അത് അയക്കുക. അത് നമ്മൾ സമ്മതിക്കൂല. പുതിയൊരു ചരിത്രം തിരഞ്ഞ് കണ്ടുപിടിച്ചണം. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ. ഇനി രണ്ടാമത്തെ പറഞ്ഞോളൂ നിങ്ങൾ. ഓക്കെ, രണ്ടാമത്തെ പറയുമ്പോൾ ഈ കുട്ടികളിത് ചെയ്ത് വോയിസ് അയച്ചാൽ രക്ഷിതാക്കളൊന്ന് ടീച്ചറുടെ ആപ്പിൽ പാരന്റ് റിവ്യൂ ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്നാമത് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് കാണിച്ചു കൊടുക്കുക. പാരന്റ്സ് ഒക്കെ ശ്രദ്ധിക്കുക. ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള സെഷൻ ആയിരിക്കും. അപ്പോൾ ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? വൽ അദ്ലു ഫിർ റിദാ വൽ ഗദബ് എന്നാണ്. വൽ അദ്ലു ഫിർ റിദാ വൽ ഗദബ്, അതാണ് രണ്ടാമത്തത് അല്ലേ? ഒന്ന് ഫഖശിയത്തുല്ലാഹി ഫിസ്സിരി വൽ അലാനിയ, അതിന്റെ മുമ്പുണ്ട് വൽ അദ്ലു ഫിർ റിദാ വൽ ഗദബിന്റെ മുമ്പുണ്ട് വൽ ഖസ്തു ഫിൽ ഗിനാ വൽ ഫഖർ. വൽ ഖസ്തു ഫിൽ ഗിനാ വൽ ഫഖർ, അറബിയൊക്കെ എഴുതിക്കാൻ പറ്റിയ കുട്ടികൾ അങ്ങനെ തന്നെ എഴുതി വെച്ചോട്ടെ. വൽ ഖസ്തു ഫിൽ ഗിനാ വൽ ഫഖർ എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഖസ്ത് എന്ന് പറഞ്ഞാൽ മിതത്വം എന്നാണ്. മിതത്വം എന്തിലൊക്കെ? ഗിനയിലും ഫഖറിലും. ഗിന എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി നല്ല ഭദ്രത ഉണ്ടാകുന്ന സമയം. ഫഖർ എന്ന് പറഞ്ഞാലോ ദാരിദ്ര്യം ഉണ്ടാകുന്ന സമയം. അത് കാണിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുത്തളേ. ഞാനത് മറന്നുപോയി കാണിച്ചു കൊടുക്കാൻ. അല്ലോ ഹർക്കത്തൊന്നും ഇടാത്താണല്ലോ, കുഴപ്പമില്ല. വൽ അദ്ലു ഫിർ റിദാ വൽ ഗദ്ബി. വൽ അദ്ലു ഫിർ റിദാ വൽ ഗദ്ബി. സ്ക്രീൻഷോട്ട് അടിച്ചാൽ മതി. നാളെ ഹർക്കത്തുള്ള ഇട്ടുതരാം കേട്ടോ, ഇൻഷാ അല്ലാഹ്. നമ്മൾ തുടങ്ങല്ലേ. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. നല്ല കുട്ടികളായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ചില ആളുകളെ കൈയൊക്കെ ഫോണൊക്കെ പോലെ തുടങ്ങിയിട്ടുണ്ട്. കൈയൊക്കെ ഞാൻ അങ്ങനെ കാണുന്നുണ്ട് ഇവിടുന്ന്. ഓക്കെ, ഞാനൊരുപാട് ഫ്രണ്ട്സുള്ള ടീമാട്ടോ. ഞാൻ ഇപ്പോൾ ഒന്നാളല്ലേ നമ്മളെ അജിസലില്ലേ, അജിസൽ എൻ്റെ വീഡിയോ അങ്ങനെ കാണണിരുന്നു. അപ്പോൾ അജിസൽ വീഡിയോ കാണുന്നതിൻ്റെ അടുക്ക് അജിസലിൻ്റെ ശ്രദ്ധ പോയി. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഉണ്ടപ്പക്രു, നിങ്ങൾ കേൾക്കണില്ലേ? ഉണ്ടപ്പക്രുവിനെ പറഞ്ഞു വെച്ചു ഞാൻ അജിസലിൻ്റെ അടുത്ത്. ഉണ്ടപ്പക്രു പോയിട്ട് പറഞ്ഞേ, അദ്ദേഹത്തിൻ്റെ ടോക്ക് കേൾക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. ഉണ്ടപ്പക്രു വന്ന് കാണണം നിങ്ങൾക്ക്. ഉണ്ടപ്പക്രു വന്ന് കാണണം. അജിസല് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കാതിരുന്നപ്പോൾ ഉണ്ടപ്പക്രുവിനെ വിട്ടിയാണ്. നിങ്ങളുടെ അടുത്തേക്ക് വിടും ഉണ്ടപ്പക്രുവിനെ. ഇതാ ഉണ്ടപ്പക്രു ഇപ്പോൾ വരും. അജിസൽ വീഡിയോ കാണണം, നിങ്ങൾക്ക് കാണാം. ഉണ്ടപ്പക്രു വരണോ കാണാം. ശ്രദ്ധിച്ച് സ്ക്രീനിക്ക് നോക്കിക്കോളി. കാണുന്നുണ്ടോ? സൂക്ഷിച്ചു നോക്കണേ. നിങ്ങളിപ്പോൾ എന്താ വിചാരിച്ചു? ഞാൻ വെറുതെ പറഞ്ഞതാണെന്നോ? ഒന്ന് നേരിട്ട് കൊടുക്കി, ഒന്നുകൂടി കണ്ടിട്ടില്ല. ആ സ്ക്രീനത്തെ പിന്നെ ഹദീസൊക്കെ ഒഴിവാക്കി കൊടുക്കി. ഇവനറിയങ്ങൾ അജിസിൽ ഇവിടെ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ അജിസിലൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കൊടുക്കി. അജിസിലൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കൊടുക്കി. ഇതവൻ്റെ ടോക്ക് ഇങ്ങനെ ഇരുന്ന് കേൾക്കാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? 1-2 അശ്രദ്ധ ആയപ്പോൾ ആളെ പറഞ്ഞയച്ചു. അജിസിൽ കേൾക്കണില്ലേ? അജിസിൽ അവിടെ ഉണ്ടാവും. അജിസിൽ കേൾക്കാതിരിക്കില്ല. അപ്പോൾ നല്ല കുട്ടികളായിട്ട് ശരിക്കും കേൾക്കുക. എന്താണ് നമ്മൾ പറഞ്ഞത്? രണ്ടാമത്തത് വൽ ഖസ്ദു ഫിൽ ഗിനാ വൽ ഫഖർ. വൽ ഖസ്ദു ഫിൽ ഗിനാ വൽ ഫഖർ. മിതത്വം പാലിക്കാറുണ്ട്. എന്താണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം എന്താണ് മിതത്വം പാലിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരു കുട്ടി ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഇങ്ങനെ തിരഞ്ഞു നോക്കുകയാണ്. അപ്പോൾ ആ ഒരു ഡ്രസ്സ് ഉണ്ട്. ഒരു പുള്ളിൻ്റെ ഉള്ളിലൊരു കള്ളിയുള്ള, ഒരു വെള്ളൻ്റെ ഉള്ളിലൊരു കറുപ്പുള്ള, പിന്നെ സൈഡിലൊരു ഇതുള്ള, ഒരു ഇതൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഇതുള്ള ഒരു ഡ്രസ്സ്. ആ ഡ്രസ്സ് കണ്ടോടുകൂടെ ആ കുട്ടി പറഞ്ഞു,
എനിക്ക് ആ ഡ്രസ്സ് മതി. അപ്പോൾ ആ കുട്ടീൻ്റെ അമ്മ ഇങ്ങനെ നോക്കി വില 9,022 റുപ്യ. ആകെ ഈ പെരീത്തെ എല്ലാ ആൾക്കാർക്കും കൂടി ഡ്രസ്സ് എടുക്കാൻ ഉമ്മാൻ്റെ അടുത്തുള്ളതാകെ 3,200 റുപ്യ. അപ്പോൾ പറഞ്ഞു കുഞ്ഞു അത് നമുക്ക് പറ്റൂലായിരുന്നു. പറഞ്ഞു എനിക്ക് പറ്റൂല, എനിക്ക് അതന്നെ മതിയായിരുന്നു. എന്നിട്ട് കരഞ്ഞോടുന്ന്. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കണ്ടാൽ അതിമക്ക് ചൂണ്ടിയിട്ട് ഇങ്ങനെ കരയും. അതന്നെ വേണമെന്നറിയും. അതന്നെ ഇട്ടത് എടുക്കൂല. പിന്നെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ ഡ്രസ്സ് ഇടൂല. യൂണിഫോമൊക്കെ ആകുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കാത്തതുകൊണ്ട് അതിൽ ചെറിയതൊക്കെ വീണിട്ടുണ്ടാവും. വാശി പിടിക്കും. അപ്പോൾ ചില വീട്ടിൽ നല്ല പൈസയുള്ള വീടായിരിക്കും, നല്ല പൈസയൊക്കെ ഉണ്ടാവും, പാപ്പാൻ്റെ അടുത്ത് നല്ല പൈസയൊക്കെ ഉണ്ടാവും. ചില വീട്ടിൽ പൈസ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഭയങ്കര പൈസ ഇല്ലാത്ത വീടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു കുട്ടി, എൻ്റെ ഒരു സ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടി, അവൻ്റെ അച്ഛന് വൈകുന്നേരമായി ഒന്ന് വെള്ളടിക്കും. അപ്പോൾ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, ഒരു സ്വസ്ഥ സമാധാനമൊന്നുമില്ല. എന്നാൽ വേറെ ചില കുട്ടികളോ അവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അപ്പോൾ അവരുടെ കയ്യിൽ കുറച്ച് പൈസ ഒക്കെ ഉണ്ടാവും. അപ്പോൾ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ എല്ലാറ്റിലും ഒരു മിതത്വം വേണം. ഈ ചില കുട്ടികൾക്ക് എല്ലാവരും ഒരേമാതിരി ഡ്രസ്സ് ഇട്ട് സ്കൂളിലേക്ക് പോകുക എന്നൊരു പ്ലാൻ ഉണ്ടാവും. ഇപ്പോൾ ചില പ്രത്യേക ആഘോഷ ദിവസങ്ങളിലോ അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകുമ്പോഴായിരിക്കും. അപ്പോൾ ഒരേമാതിരി ഡ്രസ്സാണ്, ഒരേ കളറല്ല. ഒരേ കളറാണെങ്കിൽ ഇപ്പോൾ ഓരോരുത്തർക്ക് ഒരേ കളറിൽ ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ ഒരേ കളർ മതിയാവില്ല. ഒരേ ലൈൻ ഉള്ളത് ഒരാൾ തന്നെ പോയി എടുത്ത് അതെല്ലാവർക്കും വീതം വെച്ച് അങ്ങനെ ഉടുപ്പിട്ട് അടിച്ചു വരിക, ഡ്രസ്സ് അങ്ങനത്തെ ആക്കുക, അതിനൊക്കെ വലിയ പൈസ ചിലവാക്കുക. ഇതേപോലെ ഈ മത്സരങ്ങൾക്കൊക്കെ എല്ലാവരും ഒരു ഡ്രസ്സ് ഇടാൻ തീരുമാനിക്കും. എന്നിട്ടാണ് തീരുമാനിച്ചിട്ടുണ്ട് വരും, എന്നിട്ട് പെരയിലാണ്ട് ഒച്ച ഉണ്ടാക്കും. അതേപോലെ ടൂറിന് ഇന്നക്ക് പോകണമെന്നറിയും. അപ്പോൾ ഉപ്പാൻ്റെ അടുത്ത് പൈസ ഉണ്ടോ അല്ലേന്നൊന്നും നോക്കൂല. ചിലപ്പോൾ ഉപ്പാക്കോ അല്ലെങ്കിൽ ഉമ്മമാക്കോ ഒക്കെ മരുന്ന് വാങ്ങാൻ വേണ്ടി വെച്ച പൈസയെ കയറും. ഇവരെ കുറിച്ചല്ലട്ടെ നമ്മൾ പറയണേ. ഈ ടീമൊന്നും ടൂറിന് പോകാൻ കരയണ സ്വഭാവേ ഇല്ല. ഇവർ ഉറങ്ങുമ്പോൾ ഭയങ്കര ഡിസിപ്ലിനാണ്. ഉറക്കത്തിൽ എന്ത് ജാതി അച്ചടക്കം അറിയോ? എന്നാലും ഉണരുന്നാലും പിന്നെ ഒരു പ്രശ്നമൊന്നുമില്ല. ഒരു 24 മണിക്കൂർ ചെറു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ ഒരു പേരൻ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷെ ഞാൻ 250 റുപ്യ ടൂറിന് മുമ്പ് തരാം, ബാക്കി 500 പിന്നെ 250 ഒരു 1.5 മാസം കൊണ്ട് തരാം. ഭയങ്കര ബഹളമാണ് ഇവിടെ, ഇവിടെ ടൂർ പോകണം എന്ന് പറഞ്ഞ കരയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനത്തെ സ്വഭാവമൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ കുട്ടികൾ 2 ലോകത്തും രക്ഷപ്പെടുന്നു. വീട്ടിലെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട്. ചില കുട്ടികളൊക്കെ ഉണ്ട്, അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യില്ല, അത് വേണമെന്നൊന്നും പറയില്ല. അതിങ്ങനെ നമുക്ക് പറയാം, അപ്പച്ചിൻ്റെ അടുത്ത് പൈസയൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെ കുട്ടികൾ പറയാം അല്ലേ, അപ്പച്ചിൻ്റെ അടുത്ത് പൈസയൊക്കെ ഉണ്ടാവുമ്പോൾ വാങ്ങി തന്നാൽ മതി, അങ്ങനെ പറയണതിന് കുഴപ്പമില്ല. ചില കുട്ടികളുണ്ടാവും, ഒരു ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് വന്നിട്ട് തള്ളി വിട്ടിട്ടുണ്ടാവും. ഞാൻ എന്താ ഇപ്പം മറ്റേ ചായൻ്റെ പേര്, 1000 റുപ്യൻ്റെ ചായ അല്ലേ? 1000 റുപ്യൻ്റെ ചായ, 1000 റുപ്യൻ്റെ ചായ ഉണ്ട്. 1000 റുപ്യൻ്റെ ചായൻ്റെ പേര് ആർക്കറിയാം? ഒന്ന് കയ്യന്തിച്ചാണി, അരുണോല് കയ്യന്തിച്ചാണി 1000 റുപ്യൻ്റെ ചായൻ്റെ പേര്. 1000 റുപ്യൻ്റെ ചായൻ്റെ ആൾക്കാരുണ്ട് കേട്ടോ. 1000 റുപ്യൻ്റെ ചായ അറിയുന്ന ആൾക്കാരുണ്ട്. അടിപൊളി. അപ്പം ഉണ്ട് ചായ അല്ലേ? അങ്ങനെ ഒരു ചായ ഉണ്ട്. എന്തേലും ഇപ്പം എൻ്റെ പേര് വന്നിട്ട് കമൻറ്റ് ചെയ്താണി, ടെക്സ്റ്റ് ചെയ്താൽ മതി, കമൻറ്റ് ബോക്സിലിട്ടാണി. ആരാ ആദ്യം? എനിക്കതിന് കാണില്ലല്ലോ ചാറ്റിൽ വന്നിട്ടില്ല. അറിയെന്ന് പറയണെങ്കിലും മർവാൻ അറിയാം എന്തായാലും. മർവാനല്ല, ആരാ? അൽത്താഫിനാണ് അറിയണത്. ആദ്യം പറയുമ്പോൾ ഫാദിയ പറയുമ്പോൾ അറിയില്ല, അതെനിക്ക് ഉറപ്പാണ്. നാളത്തെ ഹോംവർക്ക് മറക്കണ്ട കേട്ടോ. അതിൻ്റെ ഇടയിൽ എന്താ ഹോംവർക്ക് നിങ്ങൾ തന്നെ മറന്നു. ഹോംവർക്ക് ചരിത്രം അദ്രമുസ്താദ് പറഞ്ഞു. അദ്രമുസ്താദിന് ഫൈന് അല്ലെ? പെട്ടെന്ന് ചോദിച്ചപ്പോ എന്താ അതു പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു പോയില്ല. അതെ. അപ്പൊ പറഞ്ഞു ഇത്രേ ഉള്ളൂ. എന്താണ്, ഇങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ വേണമെന്ന് ഭയങ്കരമായിട്ട് വാശി പിടിക്കും. ഫ്രണ്ട് വന്ന് തള്ളിയിട്ടുണ്ടാവും, അങ്ങനെ ഉണ്ട് എന്നൊക്കെ. പിന്നെ ചില ആൾക്കാർക്ക് ഐഫോൺ വേണമെന്നൊക്കെ പറയും. ഒരു ഉമ്മ എൻ്റെ അടുത്ത് വന്നിട്ടോ, ഉമ്മ അങ്ങനെ സംസാരിക്കണതിൻ്റെ ഇടയിൽ ഉമ്മൻ്റെ ചെവിയിൽ നിന്ന് ചോര വന്നു. അപ്പോൾ ചെവിയിൽ നിന്ന് ചോര വന്നപ്പോൾ ഞാൻ എന്ത് ചോദിച്ചു, ഉമ്മാനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചെവിയിൽ നിന്ന് ചോര വരലില്ലേ എന്ന് ചോദിച്ചു. ഇടയ്ക്കിടയ്ക്ക് ചെവിയിൽ നിന്ന് ചോര വരലില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ആ ഉമ്മ അവിടെ കരഞ്ഞു. അപ്പോൾ എന്താ പറയുക, ഈ ഉമ്മാൻ്റെ മോന് ഭയങ്കര വാശിയാണ്, ഇവന് ഐഫോൺ വേണം. ഐഫോണൊക്കെ വാങ്ങണേ എത്രങ്ങാനും പൈസ വേണം.
ഇവിടെയുള്ള കുട്ടികൾക്കൊക്കെ ഫോൺ വേണം, അത് കുറച്ചു നേരം വേണം. ചില കുട്ടികൾക്ക് സ്വന്തമായി ഫോൺ വേണം, ചില കുട്ടികൾക്ക് ഐഫോൺ വേണം, ചില കുട്ടികൾക്ക് ഐഫോണിൽ തന്നെ ഏറ്റവും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ രക്ഷപ്പെടുക എന്നുള്ള സ്വഭാവം ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ അടുത്ത് നല്ല പൈസ ഉണ്ടാകുമ്പോഴും പൈസ ഇല്ലാത്തുമ്പോഴൊക്കെ മിതത്വം പാലിക്കുക. ചുറ്റും കുറേ ആൾ ജീവിക്കുന്നുണ്ട്, നമ്മൾ അടിപൊളി തിളങ്ങുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പറപ്പിച്ചിങ്ങനെ ചെല്ലും ക്ലാസ്സിക്ക്. അപ്പം ഉണ്ടാവും ഒരു എന്താ പോലെ പേര്, ഒരു ഇവിടെ അല്ലാത്തൊരു പേരുമാണല്ലോ, ഒരു വധൂത ഫാത്തിമ അല്ലേ? ഇവിടെ അങ്ങനെ പേര് കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരു വധൂത ഫാത്തിമ ഉണ്ടാവും, ഓളപ്പാക്ക് ചിലപ്പോൾ കാല് മുറിച്ച് കിടക്കേ കയറും, ഓല വീട്ടിൽ ചിലപ്പോൾ ഭക്ഷണത്തിനുള്ള ഉണ്ടാവില്ല. അപ്പം നമ്മളെ ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കുള്ളൂ, അവളുടെ ഉള്ളിൽ ഭയങ്കര വിഷമം ഉണ്ടാവും. നമ്മൾ പുതിയ സൈക്കിളൊക്കെ എടുത്തിട്ട് മിന്നിച്ചിങ്ങനെ ചെല്ലും. നമ്മൾ വാശി പിടിച്ച് കരഞ്ഞ് വാങ്ങിയതാണ് സൈക്കിളേ, സംഭവം ഉപ്പാൻ്റെ അടുത്ത് പൈസ ഉണ്ടോ അല്ലെന്നൊന്നും നോക്കണില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കണം. അപ്പം ശരിക്കും ഒന്ന് കൊടുക്കണം, ചവിട്ടാൻ കൊടുക്കണം അല്ലേ? ഒന്ന് ചെറിയ മട്ടത്തിലൊന്ന് ചവിട്ടാൻ കൊടുക്കും. നാളെ ഒരു കുട്ടീൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, നമ്മൾ പീസ് റേഡിയോയിൽ അതൊരു പരിപാടി കാണിച്ചിരുന്നു. ഒരാൾ എനിക്ക് സൈക്കിൾ വാങ്ങിത്തരാറിനപ്പോൾ പറഞ്ഞു എനിക്ക് വേണ്ട, എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഒരു കുട്ടി, അവനായിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളെ ഞെട്ടിപ്പോയി. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു അറിയോ, ആ ഫ്രണ്ടിന് സൈക്കിൾ കൊണ്ടുപോയി കൊടുക്കാൻ ഇവൻ്റെ കൂടെ പോയി വാങ്ങാൻ പോയി. അല്ല, ഇപ്പോൾ ഒരു സൈക്കിൾ വാങ്ങിയിട്ട് വന്നു, ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഈ സൈക്കിൾ കൊടുക്കാൻ ഇവൻ്റെ കൂടെ പോയി. ഇവൻ്റെ കൂടെ പോയപ്പോൾ ഫ്രണ്ടാകെ എക്സൈറ്റഡായി. ഫ്രണ്ടിൻ്റെ വീട് പറഞ്ഞാൽ ഒരു ചെറ്റക്കുടിയിലാണ്, ചെറ്റക്കുടിയിലാണ്, അങ്ങനെ തലതാത്തി കിടക്കണം, അങ്ങനത്തെ വീടാ. സൈക്കിൾ കിട്ടിയപ്പോൾ അവന് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇവനതിങ്ങനെ സന്തോഷത്തോടെ നോക്കി നിൽക്കണം, ഇവൻ സൈക്കിൾ ഓട്ടുന്നത്. അത് കഴിഞ്ഞപ്പോൾ സർപ്രൈസിങ് ആയിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, ഇയാൾ അടുത്ത സൈക്കിൾ ജീപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കി. എന്നിട്ട് എന്ത് ചെയ്തു, ഇവരും കൊടുത്തു. അപ്പോൾ ഒരു രണ്ടാളും ഇങ്ങനെ സൈക്കിൾ ഓടി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് എന്താണ്, എല്ലാ സമയത്തും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ്. എല്ലാ സമയത്തും പടച്ചോനെ സൂക്ഷിക്കുക, നമ്മൾ മിതത്വം പാലിക്കുക. അമിതമായി ചെലവാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ പിശുക്കും ഉണ്ടാകാൻ പാടില്ല. രണ്ടും ഒഴിവാക്കണ ഒരു മിതമായ നിലപാടാണ് എല്ലാ വിഷയത്തിലും നമുക്ക് ഉണ്ടാവേണ്ടത്. അതാണ് പ്രധാനപ്പെട്ടത്. മൂന്നാമത്തെ അതാണ് അൽ ഖദ്ബു. അത് മാറ്റിക്കൊള്ളോടുന്ന് നോക്കാം. അൽ ഖദ്ബു ഫിർ റിദാ, അൽ അദ്ലു ഫിർ റിദാ വൽ ഖദബ്. നീതി പാലിക്കുക എന്തിലൊക്കെ, ഫിർ റിദാ വൽ ഖദബ്. നമുക്ക് ദേഷ്യമുള്ള, നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിലും ദേഷ്യമുള്ള വിഷയത്തിൽ, ഇഷ്ടമല്ലാത്ത കാര്യത്തിലും, രണ്ടിലും. എന്താ അപ്പോൾ അതിനൊരു ഉദാഹരണം പറയാം. നമ്മളെ ക്ലാസ്സിൽ ഒരു ഇഫ്തിക്കാറുണ്ട്. ഇഫ്തിക്കാറിന് നമുക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ ഇഫ്തിക്കാറും ഇസ്മായിലും തമ്മിൽ അടിയായി. ശ്രദ്ധിക്കണില്ല, കണ്ണൂർ ജില്ലയിലത്തെ ആ കുട്ടിയില്ലേ, നോക്കണില്ല, ശ്രദ്ധിക്കണ്ട ആ കുട്ടി അപ്പം ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ആരൊക്കെയാണ്, ഇഫ്തിക്കാറും ഇസ്മായിലും. ഇഫ്തിക്കാറിനെ നമുക്ക് തീരെ ഇഷ്ടമല്ല. കാരണം നമ്മളെ കണ്ടാൽ നമ്മൾ കണ്ണാന്ന് വിളിച്ചു. ആര്, ഇഫ്തിക്കാർ. അത് ചെയ്യാൻ പറ്റാത്ത പരിപാടിയാണ്. ആളുടെ നിന്ന് പരിഹസിക്കും, കളിയാക്കൊക്കെ ചെയ്യും. ഇസ്മായിൽ പറഞ്ഞാൽ നമ്മളെ ബെസ്റ്റ് ചങ്കാണ്. ഇസ്മായിൽ പറഞ്ഞാൽ ഒരു മുട്ടായി വാങ്ങിയാൽ മുക്കാ പൊട്ടി നമുക്കും കാ പൊട്ടോ ഓനേ കയറും. പിന്നെ ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇസ്മായിലും ആരൊക്കെയാണ്, ഇഫ്തിക്കാറും തമ്മിൽ അടിയുണ്ടായി. അപ്പം ഇഫ്തിക്കാറിൻ്റെ മൂക്കിനിട്ടിട്ട് ആര്, ഇസ്മായിൽ നല്ല പഞ്ചു കൊടുത്ത്, പിന്നെ അടിയൊക്കെ കിട്ടി ഒക്കെ ആയി. പക്ഷെ ഇഫ്തിക്കാറിൻ്റെ മേത്തുനിന്ന് ചോരയൊന്നും വന്നില്ല. ഇഫ്തിക്കാർ എന്തോന്നു കാട്ടിയപ്പോൾ ഇവൻ്റെ മൂക്കിനോട് ഇവിടുന്ന് ചോര വന്നു. ടീച്ചർ ആരോടാ എന്താടാന്നൊക്കെ ചോദിച്ചപ്പോൾ ഞമ്മക്കറിയാം ഇവിടെ പ്രതി ശരിക്കും ആരാണ്, ഇഫ്തിക്കാറാണ്. അല്ല ഇസ്മായിലല്ലേ? ശരി, പ്രതി ശരിക്കും ഇസ്മായിലാണ്. ഇഫ്തിക്കാർ പ്രതി അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്ത് ചെയ്തു, അങ്ങനെ എന്നിട്ട് അങ്ങനെ ഉണ്ടാകുന്നു, കുറ്റാണ്. ടീച്ചർ ചോദിക്കുമ്പോൾ ശരിക്കും എന്ത് ചെയ്യണം, അല്ല അതുൽ ഫിർദാ വൽ ഖദ്ബ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിലും ഇഷ്ടമില്ലാത്ത കാര്യത്തിലൊക്കെ നീതി പാലിക്കാണ് വേണ്ടത്. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ പറയാം. അല്ലെങ്കിൽ പറയുന്നത് ആ ഇഫ്തിക്കാരനെയാണ്, ഇസ്മായിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാം. അതും തെറ്റാണ്. നേരെ തിരിച്ച് നമുക്ക് പറയാം, സാറേ ഇഫ്തിക്കാർ ശരിക്കും എപ്പോഴും പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്, ഇസ്മായിൽ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരാളൊന്നുമല്ല. ഇന്ന് പക്ഷേ ഇസ്മായിലിൻ്റെ അടുത്ത് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അതാണ് ശരിക്കും നീതി എന്ന് പറയുന്നത്. അത് നമുക്ക് അവനോട് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമല്ല, അതാണ് എൻ്റെ ശരി.
അപ്പോൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മളെ വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മളെ വാപ്പ നമ്മളെ എളാപ്പേറ്റ് ഭയങ്കര ബഹളം ഉണ്ടാക്കുകയാണ്, കാച്ചറുണ്ടാക്കുകയാണ്. ഇപ്പോൾ വാപ്പാൻ്റെ അടുത്തൊരു ന്യായമല്ല. ന്യായം ആരുടെ അടുത്താ? എളാപ്പാൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മൾ വാപ്പാൻ്റെ ഒപ്പമാണോ നിൽക്കേണ്ടത്, എളാപ്പാൻ്റെ ഒപ്പമാണോ നിൽക്കേണ്ടത്? നമ്മളെവിടെയും നിൽക്കണ്ട, നമ്മൾ കുട്ടികളല്ലേ. നമ്മളൊക്കെ വാപ്പിയൊക്കെ എളാപ്പിയൊക്കെ കച്ചറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പോയതിൻ്റെ ശേഷം വാപ്പ അങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ കുട്ടീൻ്റെ ഭാഷ പറഞ്ഞാൽ മേത്തുമ്മ കിടക്കുക, പോയിട്ട് മേലെ പോയി ഇങ്ങനെ കിടന്നിട്ട് അടുത്ത് കിടന്നിട്ട് ഇപ്പച്ചി എളാപ്പാനോട് പറഞ്ഞ്, എളാപ്പ പറഞ്ഞാൽ ചില ആൾക്കാർക്ക് അറിയില്ല, ഉപ്പാൻ്റെ അനിയന് അങ്ങനെ അല്ല പറയണ്ടത്, അതിനെപ്പച്ചി അങ്ങനെ പറഞ്ഞു. വാപ്പാനെ തിരുത്തുക, അതാണ് അതില്, അവിടുത്തെ അതില്. അപ്പോൾ വാപ്പാക്ക് തന്നെ ഉണ്ടാവും എന്ത്, മാഷാ അല്ലാ എൻ്റെ കുട്ടി ഞാൻ തിരുത്തി. അപ്പോൾ വാപ്പ എന്ത് ചെയ്യും, അവിടെ നിന്ന് എണീറ്റ് കുപ്പായൊക്കെ ഇട്ടിട്ട് പതുക്കെ പോകും. എന്നിട്ട് പറയും അതെനിക്ക് പറ്റിപ്പോയതാണ്. അങ്ങനെ മാറ്റുന്ന കുട്ടികളാണ് നമ്മളാകേണ്ടത്, അല്ലേ? യാ. അപ്പോൾ നമ്മൾ ക്ലാസ് 12 കാര്യം പറയാൻ വിചാരിച്ചിരുന്നു, 3 കാര്യം പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ബാക്കി പറയാൻ ഇൻഷാല്ലാ, പിന്നെ ബാക്കി പറയാലോ, അടുത്ത ക്ലാസ് പറയാം. ഓ അല്ലേ? അപ്പോൾ ഇന്നൊരു പ്രധാന ചോദ്യം ചോദിക്കാണ്ട് കുട്ടികളോട്. ഓൽക്ക് ഏതൊക്കെ രക്ഷിതാക്കളാണ് ഓൽക്ക് സമ്മാനം പ്രഖ്യാപിച്ചത് എന്നുള്ളത് ചോദിക്കാണ്ട്. അതായത് ചോദ്യം ഒന്നുകൂടി വ്യക്തമായിട്ട് ചോദിക്കാം. നീ ഇതിൻ്റെ ക്ലാസ്സിന് ഈ മദ്രസൻ്റെ ക്ലാസ്സിന് നീ പോയി 4 ദിവസമാണ് ഇപ്പോൾ നമ്മൾ പ്രഖ്യാപിച്ചത്. പിന്നെ ബാക്കി പിന്നെ പറയുള്ളൂ, പിന്നെ സർപ്രൈസിങ് ആണ് അല്ലേ? 4 ദിവസം ഇതേ സമയത്ത് തുടർച്ചയായിട്ടുണ്ടാവും. അപ്പോൾ ആ ദിവസം നീ ശരിക്കും പോയൊക്കെ ഇരുന്നൊക്കെ കേട്ട് ഒക്കെ പഠിച്ച് ഹോംവർക്കൊക്കെ ചെയ്ത് സെറ്റാണെങ്കിൽ നിനക്ക് ഞാൻ ഡാഷ് സമ്മാനം വാങ്ങിത്തരാം എന്ന് പറഞ്ഞ രക്ഷിതാക്കളുണ്ടെങ്കിൽ ആ കുട്ടികൾ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുന്നു. ടോട്ടൽ ഹാൻഡ് റൈസ് ഒന്ന് ഫ്രീ ആക്കി കൊടുക്കൂ. എന്താ സമ്മാനം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തോട്ടല്ലേ? കമൻറ്റ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്താൽ മതി, അതാ നല്ലത്. കമൻറ്റ് ചെയ്താൽ, പക്ഷേ കമൻറ്റ് നമ്മൾ കാണൂല. അതിൽ ഞാൻ ഓണാക്കിയാണ് ജസ്റ്റ്. നിങ്ങൾക്ക് സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ സമ്മാനം എന്നിട്ട് കമൻറ്റ് ചെയ്താൽ മതി. അതെ, സമ്മാനം ഹാൻഡ് റൈസ് ഇങ്ങനെ പറഞ്ഞിട്ട് പറയണം. ആയിഷക്ക് ചിക്കൻ ഫ്രൈ പറഞ്ഞോ? ഓ, ഫാത്തിമ നൂരിയൻ്റെത് സമ്മാനം പറഞ്ഞിട്ടില്ല, സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജാർ കേക്ക് ആളെ വല്ല കുറേ ആൾക്കാർക്ക് ഉണ്ടതേ, കുറേ സമ്മാനങ്ങളുണ്ട് ഉണ്ടല്ലേ. സമ്മാനം അറിയില്ല. ഹംദാന്റെ സമ്മാനം പറഞ്ഞിട്ടുണ്ട്, നഈമിന് സമ്മാനം പറഞ്ഞിട്ടുണ്ട്, ഷാസിൻ ബിൻ ഷെരീഫിന് സമ്മാനം റെഡിയാണ്, ഇസ ഫാത്തിമക്ക് ഉണ്ട്, അമാന ഐസ്ക്രീം, ഹംദാന് വലിയ സർപ്രൈസാ പറയില്ലപ്പം, ഫാത്തിമ ഗഫൂർ, ഐസാൻ, നഹ്ദ ബിൻത്ത് ഫുട്ബോൾ കൊടുക്കൂട്ടോ അബ്ദുള്ളക്ക് തന്നെ, കളിക്കാരനാ തോന്നണേ. സെൽമ സലീം മിഠായി ആണ് കൊടുക്കണുള്ളൂ, നല്ല മിഠായി ആയിരിക്കും അല്ലേ. കളർ ബോക്സ്, ഡ്രസ്സ്, ഖുറാന്, സർപ്രൈസ് ഉണ്ട്, ബുക്ക്, ചോക്ലേറ്റ്, അങ്ങനെ കുറേ ഉണ്ട്. താജുക്ക എല്ലാവരും സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. രക്ഷിതാക്കൾ അടിപൊളിയാണ്. ഓക്കെ 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 ഓക്കെ, നല്ലൊരു കാര്യം ചെയ്താലോ. പുതിയ പർദ്ദ തന്നെ ഐസ ഗഫൂറിന്. അടിപൊളി. അപ്പോ ഒരു കാര്യം ചെയ്യാം, സമ്മാനങ്ങൾ കിട്ടട്ടെ അവർക്ക്. ബാക്കിയുള്ള കുട്ടികളെ രക്ഷിതാക്കളോട് പറയാം, നിങ്ങൾ ഇങ്ങോട്ട് സമ്മാനം ഉണ്ടെന്ന് പറയാത്തതുകൊണ്ട് എനിക്ക് അവിടെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഈ ഫാദിയനോട് ആദ്യനോട് പറയാൻ മറന്നുപോയി. അത് മറുപടി പറഞ്ഞിട്ടില്ല. അതെ, ഓരോടെ ഓല് കേൾക്കണ്ട കേട്ടോ, മുണ്ടണ്ട. ഓരോടെ സമ്മാനം ഉണ്ട് പറയാൻ മറന്നു പോയിട്ടുണ്ട്. സാറല്ല, വാങ്ങിക്കൊടുക്കല്ലേ? ഇത് പോകുമ്പോ തന്നെ വാങ്ങിക്കൊടുക്കാം. അല്ല, 4 ദിവസം പങ്കെടുക്കട്ടെ, അങ്ങനെ ആദ്യ ദിവസം വാങ്ങിക്കൊടുക്കുക. അങ്ങനെ ഉണ്ടല്ലേ, ആദ്യം വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല. ശരി. അപ്പം എന്നാലും വേറൊരു പ്രശ്നമുണ്ട്. ഒരു കുട്ടിക്ക് പാട്ട് പാടുന്ന ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് പാട്ട് പാടാനൊരു ചാൻസ് ഇപ്പം ഉണ്ട്. ടോട്ടൽ ഹാൻഡ് റൈസ് ക്ലോസ് ചെയ്യൂ. ആദ്യം ഹാൻഡ് റൈസ് ചെയ്യുന്ന ആൾക്ക് നമ്മൾ ചാൻസ് കൊടുക്കും. പാട്ട് പാടാൻ ഒരു കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. നിർത്തല്ലേ നമ്മൾ തീരാൻ പോവാണ്. പാട്ട് പാടുന്ന കുട്ടിക്ക് ഒരു ചാൻസ് ഉണ്ട്. സുമയ്യാണോ ആദ്യം? സുമയ്യാണോ കൈ ഉയർത്തിയത്? അല്ല, ഇത് ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ, പഴയതല്ലേ. ക്ലോസ് ചെയ്യാൻ സമയം എടുക്കേണ്ടത് തോന്നുന്നുണ്ടല്ലേ. ക്ലോസ് ചെയ്യാൻ കഴിയൂലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞാൽ മതി, ഒരു പ്രശ്നമല്ലേ. ക്ലോസ് ചെയ്തിരുന്നു, അത് ആദ്യം വന്നതാണ്. ഓക്കെ ഓക്കെ. എന്നാ ഹാൻഡ് റൈസ് ചെയ്ത ആളെ പറഞ്ഞോളൂ മറ അവിടുന്ന്. ആയിഷ മുർഷിദ് പാടിക്കോ. وشش بالإحسان شوف شوف بامتناني
إش بالإحسان شوف شوف بامتناني صابر بالإسعاف لامع بالشهوات صابر بالإسعاف لامع بالشهوات هذا نعم حناني هذا طلب زماني هذا نعم حناني هذا طلب زماني بعدا بعدا عفشيني سدد ردبا لشاني بعدا بعدا عفشيني سدد ردبا لشاني ഓക്കെ ഓക്കെ മഷ്കൂർ. ഹൈറാനി മതി മോളെ മതി, നന്നായി നന്നായി, നല്ല പാട്ട്. നമുക്കിത് പീസ് റേഡിയോയിലൊന്ന് പാടണം കേട്ടോ, പീസ് റേഡിയോയിൽ പാടണം ഇൻഷാ അല്ലാ. അഹ്സൻതി, നല്ല കുട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ നാളത്തേക്ക് നിങ്ങൾക്കൊരു ടാസ്ക് കൂടി തരികയാണ്. നാളത്തേക്കുള്ള ടാസ്ക് പിന്നെ നാളെ ഞാൻ ചോദിക്കും, നിങ്ങൾ കൊണ്ടുവന്ന ആ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് എന്ന് ചോദിക്കും. അതായത് നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യണം, നിങ്ങളെ ഉമ്മാൻ്റെ കുടുംബം ഉപ്പാൻ്റെ കുടുംബം അവരൊക്കെയുള്ള കുടുംബത്തിലെ കുട്ടികളോടൊക്കെ പറയാം. ഇതിൻ്റെ വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഈ വീഡിയോ ഒക്കെ ഒരു ഇട്ടുകൊടുക്കുക, ഇട്ടുകൊടുത്തിട്ട് പറയാം ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിൽ നീ വരണം എന്ന് പറയാം. എന്നിട്ട് വന്നാൽ ഒരു 3 കുട്ടികളെ നിങ്ങൾ കൊണ്ടുവന്നാൽ എന്തു ചെയ്യും, നിങ്ങൾക്ക് നല്ലൊരു സമ്മാനം ഉണ്ടാകും. അപ്പോൾ ഞാൻ ചോദിക്കും ആരൊക്കെയാണ് ഫ്രണ്ട്സിനെ കൊണ്ടുവന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ, എന്നൊരു ഫ്രണ്ട്സിനെ കണ്ടില്ലേ, എൻ്റെ ഫ്രണ്ടിൻ്റെ പേരെന്താ ആർക്കും അറിയാം? എൻ്റെ ഫ്രണ്ടില്ലേ കൊണ്ടുവന്നോ? അജ്സലിൻ്റെ അടുത്ത് പോയില്ലേ എൻ്റെ ഫ്രണ്ട്. അങ്ങനെ ആ ഉണ്ടപ്പക്രൂനെ നമ്മളെ ഫ്രണ്ടാണ്. നമ്മൾ നാളെ വേറെ ഫ്രണ്ട്സിനെ കൊണ്ടുവരും. നമ്മൾ വേറെ ഫ്രണ്ട് ഉണ്ടാവും നാളെ കേട്ടോ. ഇതേപോലത്തെ വേറെ നമ്മൾ 1-2 ഫ്രണ്ട് ഉണ്ട്, ഓല് വരും നാളെ. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കും ആരാണ് ഫ്രണ്ടിനെ കൊണ്ടുവന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ആരാ പറയാ, അസ്ലഹ് പറയണേ, അസ്ലഹ് ഉസ്താദെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അസ്ലഹ് കൊണ്ടുവന്ന ഫ്രണ്ട്സ് ആരൊക്കെയാണ് പേര് പറയും. അപ്പോൾ അവൻ പേര് പറയുമ്പോൾ ആ കുട്ടികൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഹാൻഡ് റൈസ് ചെയ്യും. അപ്പോൾ അവരുടെ നേരത്തെ പറഞ്ഞ് സെറ്റാക്കി വെക്കണം. അങ്ങനെ 3 ആൾക്ക് ചാൻസ് തരും. ഓർക്ക് നല്ല അടിപൊളി ഗിഫ്റ്റ് ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ ആദ്യം ചാൻസ് എടുക്കണം, എന്നാലേ നടക്കുള്ളൂ, മറക്കരുത്. ഓക്കെ ഓക്കെ ശരി. ഇതിൽ ഇപ്പോൾ കുറേ ആളുകളെ നമ്മുടെ സൂമിലാണ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ക്ലാസ് അറ്റൻഡ് ചെയ്യണത്. ഓൾക്ക് മാത്രമാണ് ഇപ്പോൾ സംസാരിക്കാൻ അവസരം കിട്ടുന്നത്. കുറേ ആൾക്കാർ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ള യൂട്യൂബിലാണ്. അവരത് ലൈവ് കാണുന്നേ ഉള്ളൂ, കമൻറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് ഇതുവരെ പിന്നെ സൂമിൽ കയറാൻ പറ്റിയിട്ടില്ല. അവർ വിചാരിച്ചൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് സംഭവിച്ച പ്രശ്നം പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ കോഴ്സിൽ എൻറോൾ ചെയ്ത ആളുകൾക്ക് മാത്രമേ അയച്ചിട്ടുള്ളൂ. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും, അത് പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ടാവും, അങ്ങനെ ജോയിൻ ചെയ്തതാണ്, പക്ഷെ അവർ എൻറോൾ ചെയ്തിട്ടില്ല. അപ്പോൾ എൻറോൾ ചെയ്യാൻ പീസ് റേഡിയോയുടെ കോഴ്സ് ഓപ്ഷനിലേക്ക് പോവുക. കോഴ്സ് ഓപ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അല്പം താഴെ എൻറോളോ എന്താ സാധനം, അതാണ് ഇപ്പൊ 1-2 ആൾ ചോദിച്ചേ, എന്ത് എൻറോള് നമുക്കൊന്നും അറിയില്ല. അതാ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആളുകൾ വേഗം ഇൻസ്റ്റാൾ ചെയ്യാം. അത് പിന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പീസ് റേഡിയോ സെർച്ച് ചെയ്താൽ കിട്ടും. അതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സ് ഓപ്ഷനിലേക്ക് പോവുക. ഏറ്റവും താഴെ കോഴ്സസ് എന്നുള്ള ബട്ടൺ ഉണ്ടാവും, അതിൽ അമർത്തി കഴിഞ്ഞാൽ അവിടെ നമുക്ക് നമ്മുടെ കോഴ്സിന് വേണ്ടി നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള വിൻഡോകൾ വരും. അവിടെ നമ്മൾ പേരും മറ്റു വിവരങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ കോഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പീസ് റേഡിയോയുടെ ഈ മദ്രസയുടെ എംബ്ലവും അതിൻ്റെ കോഴ്സിൻ്റെ പേരും കാണും കുറച്ച് താഴെ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ എൻറോൾ നൗ എന്നുണ്ടാവും. അത് എൻറോൾ നൗ എന്ന് ക്ലിക്ക് ചെയ്താൽ എന്തായി, നമുക്ക് ഈ കോഴ്സിലെ ഭാഗമാകാൻ പറ്റും. അപ്പോൾ ഈ ലൈവായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അവർ യൂട്യൂബിൽ കയറിയത്. അവർ നിർബന്ധമായിട്ടും പീസ് റേഡിയോയിൽ കയറി എൻറോൾ ചെയ്യണം. അവർക്ക് മാത്രമാണ് നമ്മൾ ഈ സൂമിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കണുള്ളൂ. അതെല്ലാവർക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. യെസ്. പിന്നെ പാരൻസിനോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, കുട്ടികളെ നമ്മൾ സമയത്തിനെത്തിക്കുകയും ഇൻഷാ അല്ലാ നാളെ സമയബന്ധിതമായി തന്നെ തുടങ്ങണം. കുറച്ചുകൂടി കണ്ടൻറ് ബേസ്ഡായിട്ട് നമ്മൾ പോവും. ഒന്നാമത്തെ ദിവസം കുട്ടികൾ സ്വാഭാവികമായിട്ട് ഇതിലേക്ക് അവർ ഒന്നെത്തണമല്ലോ. അവർക്ക് നാളെ വരാൻ ഒരു സെൽഫ് മോട്ടിവേഷനും ഒരു മൈൻഡും ഉണ്ടാവുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളെ ക്ലാസ്സിൻ്റെ ടാർഗറ്റായി വെച്ചത്. ഇന്നത്തെ 3 കാര്യങ്ങൾ നിങ്ങൾ കുട്ടികളെ ശരിക്കും പഠിപ്പിക്കണം. എന്താണെന്നുള്ളത് നിങ്ങളുടെ വീട്ടിലെ പശ്ചാത്തലത്തിൽ നിന്ന് അവരുടെ ജീവിതത്തിലെ ഉദാഹരണങ്ങൾ വെച്ചിട്ട് അത് പറഞ്ഞു കൊടുക്കണം. അന്ന് നീ ഇങ്ങനെ ചെയ്തില്ലേ, അപ്പോൾ അള്ളാഹു അത് കണ്ടിട്ടുണ്ട്. അത് നിങ്ങളെ കുട്ടികൾ കേൾക്കും. നിങ്ങളെ കുട്ടികൾ മാത്രമല്ല,
ഞങ്ങളെ കുട്ടികളും കൂടിയാണ് അല്ലേ? അതെ. ഈ മക്കളൊക്കെ മാഷാ അല്ലാ. അപ്പം ഇനി നമ്മളെവിടുന്നേലും കണ്ടാലേ എന്താ പറയാ, ഈ മദ്രസ എടുത്ത ആളെ കൊണ്ട് മുണ്ടണ്ട മോനെ മുങ്ങിക്കോന്നല്ല കേട്ടോ. എല്ലാവരും വന്നുകൊണ്ട് സലാം പറയണം, വിശേഷം ചോദിക്കണം. നമ്മൾ പണ്ട് ഈ മദ്രസയിലുണ്ടായിരുന്ന കുറേ കുട്ടികളുണ്ട്, ഓരൊക്കെ എപ്പോഴും നമ്മൾ വളരെ അടുത്ത ഫ്രണ്ട്സാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ വേറെയും കുറച്ച് ഫ്രണ്ട്സിനായിട്ടാണ് വരുന്നത്. വേറൊന്നുണ്ടോ, വേറൊരാൾ ഇവിടെ ചോദിക്കണം എന്താ അറിയോ, അജിസലിൻ്റെ അടുത്ത് പോയത് നിങ്ങളെ ഫ്രണ്ടാന്നുള്ളതിന് എന്താ തെളിവ്? അപ്പം ഞാൻ കാണിച്ചു തരാം. ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ആ ഫ്രണ്ട് വരുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്കും വരുന്നുണ്ടോ? എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഞാനവിടെ ഒരു പീസ് റോഡിൽ വെറുതെ വർത്താനം പറഞ്ഞിരിക്കുകയാണോ. അപ്പം ഒന്ന് ഇവിടെ ഈ മദ്രസ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആൾ വന്നിട്ടുണ്ട്. വന്നോ? എന്നാ നോക്ക. ഞാൻ ഇരിക്കുമ്പോൾ കണ്ടില്ലേ, ആണ്ടോ? അതല്ലേ പരിപാടി. ഓരോരുത്തരും ശ്രദ്ധിച്ചോളി, നിങ്ങളെ പെരയിൽ ഇയാൾ ഞാൻ വിടും കേട്ടോ. ശരി, അപ്പം ഇന്നത്തെ ദിവസം നമുക്ക് തൽക്കാലം ഓക്കെ. അപ്പോൾ രക്ഷിതാക്കളോട് അവസാനം ഒരു കാര്യം കൂടി, നിങ്ങൾ ഈ കോഴ്സിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞ് അവിടെ നിങ്ങൾക്ക് ഓവർവ്യൂ എന്നും മൊഡ്യൂൾ എന്നും ഹെൽപ്പ് എന്നും കാണും. ആ ഹെൽപ്പിൽ നിങ്ങൾക്ക് കോഴ്സ് ഫീഡ്ബാക്ക് എന്നൊരു ബട്ടൺ കാണും. ആ ബട്ടണിൽ അമർത്തിയിട്ട് ആണ് നിങ്ങളുടെ പാരന്റ് റിവ്യൂ നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാം, നിർദ്ദേശങ്ങൾ പറയാം. പീസ് റേഡിയോയുടെ പൊതുവായ ഫീഡ്ബാക്കിലേക്ക് അയക്കണ്ട, നമ്മൾ കോഴ്സിൻ്റെ ഉള്ളിലെ ഫീഡ്ബാക്കിലേക്ക് അയച്ചാൽ അതായിരിക്കും കോർഡിനേറ്റർമാർക്ക് സൗകര്യം. ഇവർ ഈ വർക്കുകൾ ചെയ്തിട്ടുണ്ടോ, അത്തരം വിവരങ്ങൾ കൂടി ആ ഒരു റിവ്യൂ ഫീഡ്ബാക്ക് വഴി അയക്കണം. അത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് അല്ലാതെ കോഴ്സിൻ്റെ ഉള്ളിലെ ഫീഡ്ബാക്ക് വഴി. ഇവരുടെ ഗ്രൂപ്പില്ലേ കുട്ടികളെ, ആ ഗ്രൂപ്പിൽ ബാക്കി സംശയങ്ങൾ ചോദിക്കാമല്ലോ. ഇൻഷാ അല്ലാ. ആ ഗ്രൂപ്പിൽ കയറാത്ത ആളുകൾ കയറാൻ ശ്രദ്ധിക്കാം. ഓക്കെ. ഗ്രൂപ്പ് ലിങ്ക് വേണമെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് കൊടുത്തോളൂ. ഓക്കെ. ഇതിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൻ്റെ അഡ്മിൻസിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുടെ സംസാരിക്കാം. അങ്ങനെ വളരെ മനോഹരമായി ഈ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇൻഷാ അല്ലാ. ബറക്കല്ലാഹു ഫീക്കും ജമിയാൻ. എല്ലാവർക്കും സർട്ടിഫിക്കറ്റും സമ്മാനമൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇൻഷാ അല്ലാ. രജിസ്റ്റർ ചെയ്ത് വന്ന എല്ലാ ആളുകൾക്കും സർട്ടിഫിക്കറ്റും സമ്മാനമൊക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാ. കുറച്ച് കഴിയുമ്പോൾ ഈ കോഴ്സ് പങ്കെടുത്ത ആളുകളുടെ സംഗമം ഉണ്ടാവും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവും. പക്ഷെ ഫോണുമ്മ കളി കൂടിയാൽ ഔട്ടാക്കും. നമ്മൾ പിന്നെ മൈൻഡ് ചെയ്യില്ല. ഫോണുമ്മ കളി കൂടിയാൽ നമ്മൾ തെറ്റും, വാൻ തെറ്റലായി കയറും, പിന്നെ മുണ്ടണ പരിപാടി ഉണ്ടാവില്ല. ഓക്കെ, എല്ലാവരും നല്ല പ്രാർത്ഥിക്കുക കേട്ടോ. മാഷാ അല്ലാ. ബറക്കല്ലാഹു ഫീക്കും ജമിയാൻ. നാളെ നിങ്ങളെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ഓരോ ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത് റെഡിയാക്കിയിട്ട് നിർത്തണം. ചെറിയ മക്കൾ അവരെന്ത് ചെയ്യണം, ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരണം. ഏറ്റവും ചെറിയ മക്കളെ നാളെ ഏറ്റവും ലാസ്റ്റ് കാണിച്ചു തരണം. ഓരോ സെഷനായിരിക്കും നാളെ ഏറ്റവും അവസാനം. 5ാം ക്ലാസ്സിൻ്റെ താഴെയുള്ളവർ അല്ലേ? ഓക്കെ, നല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.